എല്ലാവർക്കും ദൃശ്യസാക്ഷ്യം പരമ്പരയുടെ 21-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ക്ലബ് ഹൗസ് മീഡിയ റൂം 4-ാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ് ഇന്ന്. 2021 ജൂൺ 19-ാം തീയതിയാണ്. ഗൾഫ് മലയാള റേഡിയോയിലെ ആദ്യകാല സാരഥികളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരമ്പരയുമായി ഈ ചാറ്റ് റൂം ക്ലബ് ഹൗസിൽ ആരംഭിച്ചത്. അതിനുശേഷമുള്ള 12-ാമത്തെ പരമ്പരയുടെ 21-ാം അധ്യായമാണ് ഇന്ന്. 2 അതിഥികൾ, ഡോക്ടർ ധന സുമേഷും ശ്രീ ജയൻ മാങ്ങാടുമാണ്. 2 ഡോക്യുമെൻ്ററി സംവിധായകർ, മാധ്യമ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവർ. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. 2 പേർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം സംസാരിക്കുന്നത് ഡോക്ടർ ധന സുമേഷാണ്. അദ്ദേഹം മീഡിയ വണ്ണിൻ്റെ ന്യൂഡൽഹി ബ്യൂറോ ചീഫാണ്. കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ന്യൂഡൽഹി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. മാധ്യമരംഗത്ത് ദീർഘകാലത്തെ പരിചയം അദ്ദേഹത്തിനുണ്ട്. അഴിമുഖം പോർട്ടലിൻ്റെ സ്ഥാപക മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. TV ന്യൂവിൻ്റെ ന്യൂസ് എഡിറ്ററാണ്. നേരത്തെ ഉണ്ട്. കുറച്ചുകാലം അദ്ദേഹം മംഗളം ഡൽഹി ബ്യൂറോയുടെ ചീഫായിരുന്നു. ഇന്ത്യ വിഷൻ്റെ റീജിയണൽ എഡിറ്ററായിരുന്നു. ജലസമാധി എന്ന അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി, അത് മൺട്രോത്തുരുത്തിനെ കുറിച്ചാണ്. കൊല്ലം ജില്ലയിലെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല പരിസ്ഥിതി ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ആൾ ലൈറ്റ് ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി പുരസ്കാരം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ബഹുമതികൾ ഈ ഡോക്യുമെൻ്ററിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യം സംസാരിക്കുന്ന അദ്ദേഹമാണ്. അതിനുശേഷം ഒട്ടേറെ ഡോക്യുമെൻ്ററികൾ ചെയ്തിട്ടുള്ള ശ്രീ ജയൻ മാങ്ങാട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പറയാം. അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഡോക്ടർ ധന സമൂദിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഇങ്ങനെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു പരിപാടിയിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോ ഈ ഡോക്യുമെന്ററിയുടെ തുടക്കം തന്നെ ഇന്ത്യ വിഷൻ ജോലി കഴിഞ്ഞിട്ട് അതിനുശേഷം TV ന്യൂ എന്ന് പറയുന്ന ചാനലിലേക്ക് ഞാൻ മാറുകയാണ്. വീണ ജോർജ് ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട്. വീണയുമായിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ടാണ് ആ ചാനലിലേക്ക് മാറുന്നത്. പക്ഷെ ചാനൽ വളരെ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ചാനലായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ചാനല് പൂട്ടേണ്ടി വന്നു. അപ്പൊ അതോടുകൂടി ഒരു അന്തരീക്ഷത്തിലായിപ്പോയി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു എങ്ങോട്ടും ഇന്നത്തെ പോലെ അന്നൊരു ചാനലുകൾ എണ്ണം കൂടുതലില്ല, പെട്ടെന്ന് കൊണ്ട് മാറാനുള്ള ഒരു സാധ്യതയില്ല. ആ സമയത്താണ് ഇന്നത്തെ ധനമന്ത്രി KN ബാലഗോപാലാണ് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നത്. നമുക്ക് എന്തുകൊണ്ട് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്തുകൂടാ. കാരണം അദ്ദേഹം MP ആയത് ഞാൻ നേരത്തെ ഈ പാർലമെന്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അത് രാജ്യസഭാ അംഗമായിരിക്കെ KN ബാലഗോപാലെ ഒരു മൺട്രോത്തുരുത്തിലെ ഒരു പാരിസ്ഥിതിക പ്രശ്നം പാർലമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് പ്രകാശ് ജാവദേക്കർ ആയിരുന്നു പരിസ്ഥിതിയുടെ ചുമതലയുള്ള മന്ത്രി. അന്ന് ബാലഗോപാൽ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായി ആഗോളതാപനത്തിന്റെ ഫലമായി മുങ്ങി താഴാൻ പോകുന്നത് സുന്ദർബൻ പാർക്കൊന്നുമല്ല, മറിച്ച് കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്തായിരിക്കും. അപ്പോൾ നമുക്കൊരു അന്ന് തന്നെ ഒരു പെട്ടെന്ന് ക്ലിക്ക് ചെയ്തതാണ്. കാര്യം നമ്മൾ ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് ഒരു ദ്വീപ് മുങ്ങുന്നു, അവിടുത്തെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതോടുകൂടി ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ അറിയണം എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഡൽഹിയിലെ ഒരു റിപ്പോർട്ടർ എന്ന രീതിയിൽ പലപ്പോഴും എനിക്ക് നാട്ടിലേക്ക് വന്നാൽ പോലും ഒരു പരമാവധി ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ആ തരത്തിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ച് ഒരു ഡോക്യുമെന്റ് ചെയ്യാനൊരു പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അങ്ങനെ പക്ഷെ ഇങ്ങനെ ഈ ജോലി പോയതോടുകൂടി നമ്മൾ ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇനി ഏതായാലും അതിലേക്ക് എടുത്ത് ചാടാം എന്ന് തന്നെ വിചാരിച്ചു. ആ സമയത്താണ് മുടങ്ങിക്കണമെന്ന് വെച്ചാൽ ഒരു 3 മാസം സാലറി ഒരുമിച്ച് കിട്ടിയിരുന്നു. അങ്ങനെ ഒരു 1.5 ലക്ഷം രൂപയായിരുന്നു അതിന്റെ ഒരു മൂലധനമായിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോ ചെയ്തത്. കാര്യം ആ സമയത്തൊക്കെ കുറെ പേര് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും പിന്നെ നമ്മൾ ഈ ഡോക്യുമെന്ററി അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഈ സഹായിക്കാമെന്ന് ഏറ്റവും ഡോക്യുമെന്ററി ആയിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കാര്യം ഇതുകൊണ്ട് ഈ സിനിമ പോലെ പണം തിരിച്ചു കിട്ടുന്ന ഏർപ്പാടല്ലോ, പണം അങ്ങോട്ട് തന്നെ വിൽക്കൊണ്ടിരിക്കുന്നതാണ് ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. പിന്നെ നമ്മളത്
പൂർത്തിയാക്കാൻ തന്നെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ പലപ്പോഴും ട്രെയിനിൽ പോകുമ്പോൾ ശതാബ്ദി ഇന്റർസിറ്റിക്ക് മാത്രമാണ് അവിടെ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ കാണുമ്പോൾ നമ്മളിപ്പോൾ കാണാവുന്നതാണ്, നല്ല വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആ വീടുകൾ പലതും ഒന്ന് താഴ്ന്നു പോകുന്നത് നമുക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. കാര്യം ചവിട്ടുപടികളില്ലാത്ത വീടുകളാണ് ആ ട്രെയിനിലിരുന്ന തന്നെ നമുക്ക് കാണുന്നത്. അപ്പോ ഇത് ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ വെള്ളം പൊങ്ങിയിട്ടുള്ള ഒരു അത് ഓരോ വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോ വീട്ടിലേക്കും വെള്ളത്തിൽ കൂടിയാണ് നടന്നു പോകുന്നത്. അവരുടെ വഴികളൊന്നുമില്ല. എല്ലാം ഒരു വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവിടെ ഒരു ഇവർക്ക് പിന്നെ നിരന്തരം നടക്കുന്നതുകൊണ്ട് ഒരു വഴി അറിയാവുന്നതുകൊണ്ടാണ് അന്ന് ഇപ്പോ അന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ബിനു കരുണാകരൻ, അദ്ദേഹം ലിസണറായിട്ടുണ്ട്. അദ്ദേഹമാണ് അദ്ദേഹവും ഒരു മധു ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ്. ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോ നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. കാര്യം ഒരു വീട്ടിലേക്ക് തിണ്ണയും അതിന്റെ പരിസര പ്രദേശങ്ങളും എല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതൊരു വേലിയേറ്റ സമയത്ത് വെള്ളം വളരെയധികം കൂടും, അത് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ ചവിട്ടുപടികൾ പല വീടുകളുടെയും കാണാനില്ല. കാര്യം ഭൂമി താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിലേക്ക് നേരെ നടന്നു കയറാവുന്ന ഒരു രീതിയാണുള്ളത്. ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു വീട് പണിതിട്ടിരിക്കുകയാണ്. പക്ഷെ കുറെ തെങ്ങും കുറ്റികൾ ഇങ്ങനെ അറുത്ത് നിരനിരയായിട്ട് വെച്ചിരിക്കണം. അപ്പൊ എന്തിനാണ് തെങ്ങും കുറ്റികൾ അറുത്ത് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഈ തെങ്ങും കുറ്റികൾ ആദ്യം ഈ പൈല് ചെയ്ത് അടിച്ച് താഴ്ത്തിയതിനു ശേഷം പിന്നീട് അതിന്റെ മുകളിൽ ഈ അടിത്തറ കെട്ടാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള തെങ്ങും കുറ്റികൾ സ്ഥാപിച്ചിരിക്കുന്നത്, വെക്കുന്നത്. അടുത്ത ഒരു വലിയൊരു ഞെട്ടിപ്പിക്കുന്നതും ആ ആളുകളോട് നമ്മൾ അടുത്തിടപഴകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെളുപ്പിനെ ഒരു 3 മണി മുതലാണ് വെള്ളം കയറി തുടങ്ങുക. അത് കഴിഞ്ഞിട്ടൊരു പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി തുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ സാധാരണക്കാർക്ക് അവിടെ കക്കൂസിൽ പോകാൻ പറ്റുന്നില്ല. ഈ കാര്യം ഈ ഇതിലേക്ക് മനുഷ്യന്റെ വിസർജ്യം കക്കൂസിലേക്ക് താഴ്ന്നു പോവില്ല. ഇത് ഒഴുകി പരന്ന് പലപ്പോഴും ഈ വീടുകളിലെ പരിസരത്ത് തന്നെ ഈ മനുഷ്യ വിസർജ്യം ഒഴുകി പരന്നു കിടക്കും. അങ്ങനെ നമ്മള് പുറമേ കാണുന്ന ഒരു മൺട്രോത്തുരുത്തല്ല അവിടുത്തെ ഒരു ജനവാസം. അവിടെ താമസിക്കുന്നത് എത്രത്തോളം ഒരു വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് എന്നുള്ളത് ആ ഒരു ദ്വീപിന്റെ അവിടെ താമസിച്ച് അവിടെ അടുത്തെറിഞ്ഞ് ചെന്നപ്പോഴാണ് നമ്മളത് മനസ്സിലാകുന്നത്. അവിടുത്തെ കൃഷി എന്ന് വെച്ചാൽ നേരത്തെ അവിടെ നെല്ലും തെങ്ങും വാഴയും ഒക്കെ ഉണ്ടാകുന്ന വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു ദ്വീപായിരുന്നു. ഒരു വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ദ്വീപ് തന്നെയായിരുന്നു. കാരണം ഈ അന്ന് ഈ വള്ളത്തിന് പോയിക്കൊണ്ടിരുന്ന കെട്ടുവള്ളത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ കെട്ടുവള്ളത്തില് പോകുന്ന ആൾക്കാർ ചരക്ക് ഇവിടെ ഇറക്കി വിശ്രമിക്കാനും അങ്ങനെയുള്ള ഒരു തുരുത്തായിരുന്നു അത്. കാര്യം ഈ കല്ലടയാറ് കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞ് ഉണ്ടായ ഒരു തുരുത്താണ് ഈ മൺട്രോ തുരുത്ത്. അപ്പോ ഈ മൺട്രോ സാഹിബിന് പിന്നെ അത് കൊടുത്തോടുകൂടിയാണ് അന്ന് റെസിഡന്റും മൺട്രോ സാഹിബ് തന്നെയായിരുന്നു. ആ കൊടുത്തോടുകൂടി ആ പേരിന് മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത് വരുന്നത്. അങ്ങനെ ഒരു ചരിത്രം അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു ആദായം കൊണ്ട് CMS കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജാവിന്റെ കാലം മുതൽക്ക് തന്നെ അങ്ങനെ ഒരു സ്ഥാനം ഉള്ളത് തന്നെയാണ് ഈ മൺട്രോ തുരുത്തിന്. അപ്പോ നമ്മൾ ഇതിലേക്ക് വന്നാൽ കൃഷിയിലേക്ക് വന്നാൽ ഈ കൃഷിയും ഈ തെങ്ങ് താഴ്ന്നു പോകുന്നു, കായ്ഫലമില്ലാത്ത തെങ്ങുകൾ ഉണ്ടാകുന്നു. പിന്നെ വാഴയും നെല്ലൊന്നും പൂർണ്ണമായും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി. പിന്നെ വാഴക്കൃഷി നടക്കാത്ത അവസ്ഥയായി. അങ്ങനെ ഈ പലപ്പോഴും ഉപ്പ് കയറുകയാണ്. കാരണം നേരത്തെ ഈ കല്ലടയാറിൽ നിന്ന് വെള്ളം ഒഴുകി അഷ്ടമുടിക്കായൽ എന്ന് പറയുമ്പോൾ തന്നെ 8 മുടികൾ, അങ്ങനെയാണ് 8 വഴികളിലൂടെ ഈ മൺട്രോത്തുരുത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലൂടെയാണ് ഈ അഷ്ടമുടിക്കായലിനോട് ചേർന്ന് ഒരു ഇഴചേർന്നാണ് അവരുടെ ഒരു ജീവിതം ഉള്ളത്. അവിടുന്ന് മത്സ്യം പിടിച്ചും അവിടുത്തെ കൃഷി ചെയ്തും അങ്ങനെ ഇടയ്ക്ക് പണ്ട് ഒരു 50 വർഷം മുമ്പൊക്കെ ഇങ്ങനെ ഈ അവിടെ അണ കെട്ടുന്നതിന് മുമ്പ്, ഈ കിഴക്കൻ പ്രദേശത്ത് അണ കെട്ടുന്നതിന് മുമ്പ് ഒരു വർഷത്തിൽ 2 തവണ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ഈ വെള്ളപ്പൊക്കം താൽക്കാലിക ദുരിതമാണെങ്കിൽ പോലും അവിടെ എക്കല് സമ്മാനിച്ച് ഒരു ഫലഭൂഷ്ടമായ മണ്ണ് നൽകിക്കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം കടന്ന് പോയിക്കൊണ്ടിരുന്നത്. അത് അവരുടെ ജീവിതത്തിന് ഒരു ഭാഗമായിട്ട് തന്നെ പലപ്പോഴും പോകുന്നതാണ്. പക്ഷെ ഈ വെള്ളപ്പൊക്കം പിന്നീട് ഈ വേലിയേറ്റമായിട്ട് അനുഭവപ്പെടുകയും അത് നിരന്തര ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ്
അവിടെ മനുഷ്യവാസം പോലും സാധ്യമല്ലാതായി തീരുന്നത്. കാരണം ഈ ആ ഒരു ഉപ്പ് കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ കടലിലെ ചെമ്മീനൊക്കെ കയറി വരേണ്ട ഒരു പകരം അവിടെ ഒരു ഉൾനാടൻ മത്സ്യബന്ധനം അങ്ങനെയുള്ള ഒന്നും ഒരു സാധ്യമല്ലാതായി തീർന്ന് അഷ്ടമുടി കായലിന് ഇപ്പോ ഉപ്പ്, കടലിലെ തന്നെ ഉപ്പ് വരുന്നു. ഇപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അവിടെ പലപ്പോഴും അവിടുത്തെ കായലിൽ ഈ ചാളയൊക്കെ, അതായത് സ്രാവ്, ഈ പലപ്പോഴും ഈ കടൽ മത്സ്യങ്ങള് എല്ലാം ഇപ്പോൾ ഈ അഷ്ടമുടി കായലിലും ഇതിന്റെ ഈ തീരത്തും ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആ തരത്തിലുള്ള ഒരു ജീവിത രീതി തന്നെ അപ്പാടെ ഒരു പ്രകൃതിയുടെ ഒരു മാറ്റം അവരുടെ ജീവിതം തന്നെ ഒരു പ്രതിസന്ധിയിലാക്കി കളയുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഒരു ജനസംഖ്യ 2011 ജനസംഖ്യ കാൽക്കുലേഷൻ ഈ കനേഷ് കുമാർ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ദ്വീപില് 10,800ഓളം പേരായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ അതിന്റെ അടുത്ത പഞ്ചായത്തുകളിൽ, കല്ലട പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ ഒരു ജനസംഖ്യ 17,000 വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ള ജനസംഖ്യ ഇപ്പൊ ഒരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ, ഇവർ തന്നെ ഒരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ അതൊരു 8,000 കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള കുറച്ച് മേൽക്കൈ ഉള്ളവര്, കയ്യിൽ സാമ്പത്തികം ഉള്ളവര് ഈ ദ്വീപ് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ബിനു കരുണാകരനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഇപ്പൊ ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ വീട് ഉപേക്ഷിച്ച് ആൾക്കാർ പോകുന്നതോടുകൂടി കണ്ടലുകൾ ആർത്ത് പിടിച്ച് വളരാൻ തുടങ്ങി. അങ്ങനെ ആർത്ത് പിടിച്ച് വളരുന്ന ഒരു കണ്ടല് പെട്ടെന്ന് നമുക്കെല്ലാം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പച്ചപ്പ് കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ എല്ലാം അവിടുന്ന് ആ കൊഴിഞ്ഞുപോയ ഒരു ജനതയുടെ ഒരു കണ്ണീരിന്റെ പുറത്താണ് ഈ കണ്ടലും നമ്മുടെ ഒരു പ്രകൃതിയും ഈ തരത്തിലുള്ള ടൂറിസവും നടക്കുന്നത്. പക്ഷെ അത് അത് അടുത്തൊരു സ്ട്രീമിലേക്ക് പോവുകയാണ് അതിനകത്ത്. അപ്പൊ പലപ്പോഴും ഇതുപോലെ ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അന്ത്യകർമ്മങ്ങൾ, നമ്മൾ അതിനകത്ത് ആ ഡോക്യുമെന്ററിയിൽ തന്നെ ഒരു നൈനാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. നൈനാൻ ചേട്ടൻ അദ്ദേഹത്തിന് ഈ പശുവിനെ, അദ്ദേഹത്തിന് ഒരു 5 പശു ഉണ്ടായിരുന്നു, തൊഴുത്തുണ്ടായിരുന്നു. പക്ഷെ ഈ വെള്ളം കയറി തുടങ്ങിയതോടുകൂടി ഈ തരത്തിലുള്ള ഒരു പശുവായിട്ടുള്ള ഒരു ജീവിതം നടക്കാത്ത അവസ്ഥയായി. കന്നുകാലികൾ തന്നെ ചത്തൊടുങ്ങുകയാണ് അവിടെ. അങ്ങനെ ഒരു മനുഷ്യ ജീവിതം തന്നെ ഒരു പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നയനാ ചേട്ടൻ പറഞ്ഞിരുന്നത്, ഈ ദ്വീപിൽ എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്ന ദ്വീപാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ എന്റെ അന്ത്യകർമ്മം നടത്തണം, ഈ മണ്ണിൽ തന്നെ എനിക്ക് അടിയാനാണ് ആഗ്രഹം എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു മണ്ണിൽ അടിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരിച്ചപ്പോഴും, കാര്യം വെള്ളം പൊങ്ങി നിൽക്കുകയാണ് മൊത്തം. അപ്പൊ ഒരു സംസ്കാരം നടത്താൻ പോലും പറ്റാത്ത, പിന്നെ ഒരു പെരിങ്ങാലം എന്ന് പറയുന്ന അടുത്ത കുറച്ചുകൂടി ഉയർന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോയാണ് പലപ്പോഴും സംസ്കരിച്ചിരുന്നത്. അപ്പൊ ഒരു വലിയ ഒരു 12 മുറികളൊക്കെ ഉള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു അവിടെ. അവിടുത്തെ ആൾക്കാർ മരിക്കുമ്പോൾ ഈ പലപ്പോഴും നേരത്തെ ഈ വാഴപ്പിണ്ടിയൊക്കെ വെച്ച് ദഹിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ഈ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഒരു മേൽക്കൈ ഉള്ളവരെല്ലാവരും ഈ വീട് വിട്ടു പോവുകയും വളരെ ആ ഒരു ദ്വീപിൽ താമസിക്കുന്ന വളരെ പിന്നോക്കക്കാരും വളരെ ഒരു ദാരിദ്ര്യമായുള്ള ചുറ്റുപാടിലുള്ളവർക്ക് മാത്രം പലപ്പോഴും ഈ വെള്ളം കയറിയ സ്ഥലത്ത് അവരിപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം വീടുകൾ പലതും പിളർന്നു തുടങ്ങി, ഈ ഭൂമിയിലേക്ക് വീടുകൾ ഇരുന്നു തുടങ്ങി. ആ തരത്തിലുള്ള ഒരു പ്രശ്നമാണ് അവിടെ നേരിടുന്നുണ്ട്. ഈ അന്ത്യകർമ്മം പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥ. അപ്പോ ഈ ക്യാമറാമാൻ മുഹമ്മദ് ആയിരുന്നു ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോ സൗണ്ട് റെക്കോർഡിസ്റ്റും രഞ്ജിത്തും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പല സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ നിന്നായിരുന്നു ഷൂട്ട് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പലപ്പോഴും ഈ ജലജന്യ രോഗങ്ങളും ഒക്കെ പിടികൂടുകയും, അങ്ങനെ ഈ പഞ്ചായത്ത് പ്രസിഡന്റെയും വൈസ് പ്രസിഡന്റെയും ഒക്കെ ഒരു സ്നേഹവും അവരുടെ ഒരുക്കിയ ഒരു താമസ സൗകര്യം, ആ തരത്തിലുള്ള ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിൽ പോലും മറ്റു തരത്തിലുള്ള ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കാവുന്ന തരത്തിലായിരുന്നു അവിടുത്തെ ഒരു വെള്ളത്തിലുണ്ടായിരുന്ന ഒരു ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മളിത് പല ഡോക്യുമെന്ററി പല ഭാഗത്ത് കാണിക്കുകയും ഈ മൺട്രോ തുരുത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചയാവുകയും, അങ്ങനെ കെ എൻ ബാലഗോപാൽ തന്നെ അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ ഒരു MPയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പല സമ്മേളനങ്ങളിലും ഈ ഡോക്യുമെന്ററികളും ബാങ്കോക്കിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു UN ഒരു ശ്രദ്ധയിൽ തന്നെ ഈ ഒരു വിഷയം ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഇടപെടാൻ ഈ ഡോക്യുമെന്ററിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നീട്
അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിൽ വീടുകൾ, ഈ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ തൂണുകളിലുള്ള വീടുകൾ, പരിസ്ഥിതി സൗഹൃദ വീടുകൾ, അതനുസരിച്ചുള്ള ടോയ്ലറ്റ്, കാര്യം ഈ ടോയ്ലറ്റ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്, അതനുസരിച്ചുള്ള ടോയ്ലറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു നിർമ്മിക്കാനും ആ തരത്തിലേക്കുള്ള ഒരു ഈ ഇതിനാണ് ഈ പ്രകൃതിക്ക് അനുകൂലമായിട്ട് ജീവിക്കാനും എല്ലാം കഴിയുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പിന്നീട് എനിക്ക് തോന്നിയത്. പക്ഷെ എങ്കിൽ പോലും ഇതിനൊന്നും സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു ജനവിഭാഗം ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്കൊരു പ്രാഥമികമായിട്ട് നമ്മൾ ഒരു അനുഭവം അവിടുത്തെ ഒരു പങ്കുവെക്കാനുള്ളത്. ഇനിയിപ്പോ ബാക്കി നമുക്ക് ചർച്ചയിലൂടെ നിൽക്കാം. മാത്രമല്ല ഈ ബിനു കരുണാകരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു. ഈ ധനസുമോദ് ഈ ജലസമാധി അല്ലാതെ ഡോക്യുമെന്ററി ടൈപ്പിൽ വരുന്ന വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചാനലിന് വേണ്ടി ഈ പല പ്രോഗ്രാമുകൾ ചെയ്യാന്നല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ഡോക്യുമെന്ററി ആയിരുന്നു ചെയ്തിരുന്നത്. ഒന്ന് ഈ ഒരു ഞാൻ ചേർത്തലയാണ്, ആലപ്പുഴ ജില്ല ചേർത്തലയാണ്. അവിടെ ഒരു അമ്പലപ്പുഴ തൊട്ട് അരൂര് വരെയുള്ള ഒരു ഭാഗത്ത് ഒരു സൂര്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു. അതായത് ഈ എല്ലാം നൽകുന്ന സൂര്യാരാധന, അതായത് ആഫ്രിക്കയിലാണ് പിന്നീട് അതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ഇതുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്കത് എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കിയത് ഇറക്കാൻ പറ്റിയിട്ടില്ല, എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരാളുടെ ഒരു ജീവചരിത്രമാണ് NP തണ്ടാർ എന്ന് പറയുന്നത്. AK ആന്റണിയെ അദ്ദേഹത്തിനെ തോൽപ്പിച്ചാണ് വരുന്നത്. അത് പഴയൊരു MLA കൂടിയാണ്, അദ്ദേഹത്തിന്റെ കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിലും പിന്നെ കൂടുതലും നമുക്ക് ചാനലിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ചാനലിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ചാനലിന്റെ സ്വത്തായിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. അത് അങ്ങനെ ആ തരത്തിൽ പോവുകയും ചെയ്യുന്നത്. ഇന്ത്യ വിഷനിലായാലും TV ന്യൂസിലായാലും ഇപ്പോൾ ഈവൻ മീഡിയ വണിലായാലും നമ്മൾ പല സമയത്തും ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ NP തണ്ടാറിനെ കുറിച്ചുള്ളത് ഇന്ത്യ വിഷനിലാണോ ചെയ്തത് അതോ? ഇല്ല, അത് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോ നമുക്ക് ഈ പല സമയത്തായിട്ടൊക്കെ നാട്ടിലേക്ക് ലീവ് കിട്ടി പോകുമ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു 6 മാസത്തിനുള്ളിൽ അത് പുറത്തിറക്കണം എന്ന് കരുതുന്നു. അത് മുന്നോട്ട് പോവുകയാണ്. നമുക്കിനി ചർച്ചയുടെ സമയം വരുമ്പോൾ ശ്രീ ബിനു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ബിനു കരുണാകരനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റിയ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. കേരളം മൊത്തം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും മൺട്രോതുരുത്തിലേത്. അപ്പം കൂടുതൽ ചർച്ച എന്നൊക്കെ പിന്നീടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തത് ശ്രീ ജയൻ മാങ്ങാടിലേക്ക് പോകാം. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് സ്വദേശിയാണ്. സ്പാനിഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ അൽക്കാഡിൻ്റെ പ്രതിനിധിയാണ്. ഒട്ടേറെ ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥാപനങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 കൈരളി ചാനലിൽ തെയ്യത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരു ടെലിവിഷൻ പരമ്പര അദ്ദേഹം ചെയ്തിട്ടുണ്ട്, തെയ്യാട്ടം. കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ്, മിയാമി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ബഹുമതികൾ ഈ പരമ്പരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തുളുവിൽ 3 ഭാഷകളിലാണ് ഈ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളത്. കർണാടകത്തിലെ കുന്താപുരം മുതൽ വടകര വരെയുള്ള വിവിധ പ്രദേശങ്ങളിലെ തെയ്യം അവതരണത്തിൻ്റെ ഐതിഹ്യം, അതിൻ്റെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതമൊക്കെ ചിത്രീകരിക്കുന്ന സമഗ്രമായ പരമ്പരയാണിത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന അതാണ്. K. ഗഫൂറിൻ്റെ കലാവിഷ്കാരത്തെക്കുറിച്ചുള്ള കഥവര എന്ന ഡോക്യുമെൻ്ററി, N. ശശിധരനെ കുറിച്ചുള്ള മെതിയടി എന്ന ഡോക്യുമെൻ്ററി, ആയിഷ കുഞ്ഞമ്മ എന്ന മറ്റൊരു ഡോക്യുമെൻ്ററി, ചെലവൂർ വേണുവിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി തുടങ്ങിയവയും അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തക പരമ്പരയിൽപ്പെട്ട കേരളത്തിലെ ചൂതാട്ട ശീലങ്ങളെക്കുറിച്ചുള്ള വേ രാജ വൈ എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രീ ജയൻ മാങ്ങാടിൻ്റെ മാധ്യമ അനുഭവങ്ങളിലേക്കും പ്രത്യേകിച്ച് ഡോക്യുമെൻ്ററി രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ശ്രീ ജയൻ മാങ്ങാടിനെ ക്ഷണിക്കുന്നു. ഒറ്റ മിനിറ്റ്, ശ്രീ ധന സുമോദിൻ്റെ ശബ്ദമല്ല, ഒരു എക്സ്റ്റേണൽ നോയ്സ് വരുന്നുണ്ട്. ഒന്ന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്താൽ കൊള്ളാം.
അപ്പോൾ ശ്രീ ജയൻ മങ്ങാടിലേക്ക്. എല്ലാവരോടും നമസ്കാരം. എന്റെ ശബ്ദം ക്ലിയർ ആണെന്ന് തോന്നുന്നു. പുറത്ത് മഴയുണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ല, നന്നായി കിട്ടുന്നുണ്ട്. ഓക്കെ. ഞാന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വടക്കേ മലബാറാണ്. വടക്കേ മലബാർ എന്ന് പറയുമ്പോൾ തുളുനാടാണ്. അപ്പൊ തുളുനാടിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് തെയ്യം. സ്വാഭാവികമായിട്ടും എന്റെ നാട്ടിലെ ഒരു അനുഷ്ഠാനം വെച്ചിട്ടാണ് എന്റെ ഡോക്യുമെന്ററി ജീവിതം തുടങ്ങുന്നത്. അപ്പോ ഈ തുളുനാട്ടിലെ ഈ വടക്കേ മലബാറിലെയും ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാനമാണ് തെയ്യം. ഇപ്പൊ ഇതുപോലെ ഈ കലയും സംസ്കാരവും ആരാധനയും ഒക്കെ ഒത്തുചേരുന്ന ഒരു അപൂർവമായ ചടങ്ങാണ്. ഇത്രയും വർണ്ണശബളമായിട്ടുള്ള ഒരു ചടങ്ങ് ലോകത്ത് എവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്ററി വളരെ വളരെ ദൃശ്യപരമായിട്ട് വളരെയധികം വർണ്ണശബളമാണ്. ഞാൻ ഏറ്റവും അവസാനമായിട്ട് ജോലി ചെയ്തത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അൽക്കാട് നിന്ന് വിട്ടിട്ട് കുറച്ചു കാലമായി, കണ്ണൂർ എയർപോർട്ടിലായിരുന്നു അവസാനമായിട്ട് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അത് സ്പാനിഷ് കമ്പനിയുടെ ഭാഗം തന്നെയായിരുന്നു. അപ്പോഴാണ്, അത് കഴിഞ്ഞിട്ടാണ് അവിടെ മുമ്പിൽ വലിയൊരു തെയ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പം തെയ്യത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഒട്ടനവധി ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, ഡോക്യുമെന്ററികൾ ഇപ്പൊ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ താരമാണ് തെയ്യം. അങ്ങനെയൊന്നും അല്ല തെയ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു തെയ്യമായിട്ടുള്ള ഒരു യാത്ര വരുന്നത്. അപ്പൊ ഈ തെയ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട, രാഷ്ട്രീയപരമായി നോക്കിയാൽ ഇത് ഒരു നമ്മുടെ ഒരു ക്രിസ്തീയ ഒരു ബാസൽ മിഷനും ഇവിടുത്തെ അവിടുന്ന് വന്ന ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് വന്ന ആൾക്കാർ, അവർക്ക് തെയ്യം ഒരു ബാധ്യതയായിരുന്നു. അതിനുശേഷം അത് മലബാറിൽ വലിയ ബാധ്യത തെയ്യമായിരുന്നു. അതുപോലെ തന്നെ നാരായണഗുരുവിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഈ ഈഴവരും ഇവിടെ ഒരു തീയാണല്ലോ, ശരിക്കും ഈഴവ തീയ എന്നുള്ള ഒരു വിഭജനം നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സാമൂഹിക ദർശനങ്ങളും വർക്കുകളൊന്നും മലബാറിനെ തീരെ ഏശിയിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നായിരുന്നു. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് വർഗം എന്നുള്ള ഒന്ന് വിഭജനം ഉണ്ടാകുന്നതിന് മുമ്പ് അത് എത്രമാത്രം തെയ്യം അതിൽ എത്രമാത്രം ഭാഗമായിരുന്നു. ഈ 3 സാധനങ്ങളായിരുന്നു എന്നെ ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിക്ക് പ്രേരിപ്പിച്ചത്. അപ്പൊ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇപ്പൊ മലബാറിലെത്തിയ വിദേശ കച്ചവടക്കാരുണ്ട്. 19-ാം നൂറ്റാണ്ടില് സമഗ്രമായിട്ട് സുവിശേഷ പ്രേരണത്തിനായി എത്തിയ ബാസൽ മിഷൻ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ തെയ്യം ഒരു പിശാചായിരുന്നു. ഞാൻ പറയുന്നത് എന്റെ ഡോക്യുമെന്ററിയുടെ വിചാര അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഇതിനെ സമീപിക്കുന്നത്. അപ്പൊ ഒരു തെയ്യം ഈ ബാസൽ മിഷൻ പ്രവർത്തകർക്കൊക്കെ, സുവിശേഷ പ്രവർത്തകർക്ക് പിശാചായിരുന്നു. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. ഒരു സത്യക്രിസ്ത്യാനിക്ക് വിശ്വാസത്തിന്റെ മേഖലയിൽ പിതാവും പുത്രനും പരിശുദ്ധവും കഴിഞ്ഞ ബാക്കിയെല്ലാം പിശാചാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത്, അതായത് ഈ കൊയിലാണ്ടിയിലാണ് ആദ്യമായിട്ട് ഈ വാസ്കോഡ ഗാമയുടെ കൂട്ടത്തിൽ ഇവർ വരുന്നത്, സുവിശേഷ പ്രചാരകർ. തെക്കല്ല, വടക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബാസൽ മിഷൻ വിശ്വാസികളൊക്കെ പല വീടുകളിലും ഈ കുന്തിരിക്കയും പോയൊക്കെ ആയിട്ട് കയറി ഇറങ്ങും സുവിശേഷ പ്രേരണത്തിന്. പക്ഷേ അന്ന് എല്ലാം കൂട്ടുകുടുംബമായിരുന്നു, ഒരു ഗോത്ര സ്വഭാവത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ആ വീട്ടിലൊക്കെ ഒരു തെയ്യമോ അല്ലെങ്കിൽ ഒരു അടിച്ചു തെളിയുള്ള ഒരു വീടൊക്കെ ആയിരുന്നു. ഈ തെയ്യത്തിന്റെ സ്ഥലത്ത് മാപ്പിളക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ്. മാപ്പിള എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. തെയ്യം ഇന്നും എന്നും ക്രിസ്ത്യാനികൾ തെയ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ സുവിശേഷ പ്രചരണത്തിന് ഇറങ്ങിയ ആൾക്കാരെ ഈ ഗുളികൻ, ഒട്ടൻ എന്നുള്ള തെയ്യങ്ങളൊക്കെ തുരത്തുമായിരുന്നു, അവരെ ഓടിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ മതപ്രചാരകർ തെയ്യത്തിനോടുള്ള ഇത്തരം വീക്ഷണങ്ങളെ പറ്റിയിട്ട് നിരന്തരം പ്രവർത്തന റിപ്പോർട്ട് പോർച്ചുഗലിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് വന്ന ഏറ്റവും അവസാനത്തെ ഒരു കത്താണ്, നിങ്ങൾ തെക്കോട്ട് പോയിക്കോളൂ, കാരണം അവിടെ സുവിശേഷ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ കോട്ടയം, പത്തനംതിട്ട മേഖലയിൽ ക്രിസ്ത്യാനിറ്റി ഒരു പ്രഭവ കേന്ദ്രമായി തീരുന്നതും പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ട് കുടിയേറ്റത്തിന്റെ രൂപത്തിൽ മലബാറിലേക്ക് വരുന്നു. ആദ്യം വന്ന സ്ഥലത്ത് തെയ്യം ഇവരെ കുടിപാർപ്പിക്കാൻ അനുവദിച്ചില്ല എന്നാണ് അക്കാലത്തെ ഒരു പല മൊഴികളിലും പ്രവർത്തന റിപ്പോർട്ടിലും ഇതിലൊക്കെ കാണുന്നത്. രണ്ടാമത്തേത് എങ്ങനെയാ വരുന്നത് വെച്ചാൽ, ഇപ്പൊ സാമൂഹിക നവീകരണ പ്രസ്ഥാനത്തിന്റെ വലിയൊരു നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹമാണ് തലശ്ശേരിയിൽ, വടക്കേ മലബാറിൽ വന്ന് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം, പിന്നെ അതുപോലെ തന്നെ കണ്ണൂരിൽ സുന്ദര ക്ഷേത്രമൊക്കെ പുനരുദ്ധരിപ്പിക്കുന്നത്. അന്ന് ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രത്തില്, അതായത് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ആർക്കും വരാം, ഇവിടുത്തെ ജനാർദ്ദന ക്ഷേത്രത്തിൽ അങ്ങനെ ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാവർക്കും പ്രവേശനം കിട്ടണം എന്നുള്ള രൂപത്തിൽ ജഗന്നാഥ ക്ഷേത്രം എന്നുള്ള പേരിട്ടത്.
അങ്ങനെ പേരിട്ടിട്ട് അദ്ദേഹം കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ എത്തിയ നാരായണഗുരു അവിടുത്തെ തെയ്യാരാധനയെ തുടച്ചു മാറ്റേണ്ട ഭൂതാരാധനയാണ് ഇത്. അതാണ് പിശാച് ഭൂതാരാധനയാണെന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ വടക്കേ മലബാറിലെ തീയ കമ്മ്യൂണിറ്റിക്ക് ഇതൊരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അവരുടെ ജീവനായിരുന്നു ശ്രീനാരായണ ഗുരു, തെയ്യം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം വടക്കേ മലബാറിൽ അന്യം നിന്നത് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റായിട്ടില്ല. അങ്ങനെ തെയ്യം സ്വദേശികൾക്കും വിദേശികൾക്കും ഒരു ഭൂതമായിട്ട് മാറി. പക്ഷെ അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വരുന്നത്. വടക്കേ മലബാറിലാണത് തുടങ്ങുന്നത്. പക്ഷെ തെയ്യത്തിന്റെ സ്ഥലത്ത് അതെങ്ങനെ സാധിച്ചു പറഞ്ഞാൽ വലിയൊരു വിരോധാഭാസമാണ്. അപ്പൊ ഇതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് തെയ്യം അതൊരു അനുഷ്ഠാനമാണ്, അത് നമ്മൾ കാവാന്നാണ്. അതിനോട് യോജിച്ചു പോകുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ തെയ്യക്കാരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അപ്പൊ തെയ്യവുമായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളത് കൊണ്ട് അത് വടക്കേ മലബാറിൽ പച്ചപിടിച്ചു. മറ്റുള്ള രണ്ട് നാരായണ പ്രസ്ഥാനമായാലും അതുപോലെ തന്നെ ക്രിസ്തീയ പ്രസ്ഥാനം വടക്കേ മലബാറിൽ വലിയ തുടർച്ച ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊന്നുള്ളത്, ഇപ്പൊ ഈ 300 രാമായണങ്ങൾ, ഒരു വിഷയം അതാണ്. 300 രാമായണങ്ങൾ നമ്മൾക്കുണ്ട് എന്നുള്ളത് വളരെ സമർത്ഥമായിട്ട് കാമിൽ ബുൽക്കെ പോലും സമർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത കാലത്തായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു. ഈ 300 അത് വി കെ അനിൽകുമാറിന്റെ ഒരു പുസ്തകമാണ്. ആ പുസ്തകം എൻ്റെ അടുത്തില്ല. എന്നിരുന്നാൽ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ 301-ാമത്തെ രാമായണം എന്നുള്ളത് തെയ്യത്തിന്റെ, അതായത് ഈ പെരുവണ്ണാന്മാരുടെ രാമായണ ആഖ്യാനത്തെ കുറിച്ചാണ് 301-ാമത്തെ രാമായണം വരുന്നത്. അപ്പൊ അതില് ഏറ്റവും ഉജ്ജ്വലമായ ഒരു കഥാപാത്രമാണ് ബാലി ഉത്തര കേരളത്തിലെ ആശാരിമാരുടെ കുലദൈവമാണ്. പക്ഷെ ഈ രാമായണം അത് ഈ തോറ്റം പാടുകയും അനുഷ്ഠാനവും ഒക്കെ ഉള്ളത് ഒരു രാമായണ നിർവഹണമാണെന്നാണ് ആ പുസ്തകം പറയുന്നത്. ആ പുസ്തകത്തിൽ അപ്പൊ പറയുന്നത് വെച്ചാല് മറ്റുള്ള രാമായണങ്ങളിലൊക്കെ നായകൻ രാമനാണ്, പക്ഷെ ഇവിടെ തെയ്യത്തില് നായകൻ ബാലിയാണ്. ആ രാമായണ കഥയാണ് ബാലി തെയ്യത്തിന് തോറ്റം പാട്ടായി പാട്ടി തീർക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ രാമനെ ഈ തോറ്റം പാട്ട് തെയ്യം പ്രതിക്കൂട്ടിൽ നിർത്തുക ചെയ്യുന്നുണ്ട്. നീ എന്റെ നാട്ടിൽ എന്ത് വന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം ഉന്നയിക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഓരോ ദേശത്തും ആ ദേശത്തിൻ്റെതായ രാമായണം എങ്ങനെ രൂപപ്പെടുന്നു എന്നത് MK രാമാനുജൻ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ രാമചരിതം മുതൽ മലയാളത്തിലുണ്ടായ രാമായണ ആഖ്യാനങ്ങൾ എല്ലാറ്റിലും ഇഷ്ടം പോലെ പഠനങ്ങളും അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഈ പെരുവണ്ണാന്മാരുടെ രാമായണ ആഖ്യാനത്തെ കുറിച്ചിട്ട് യാതൊരു പരാമർശവുമില്ല. ഇങ്ങനെയുള്ള നിരവധി ചുറ്റുപാടുകളാണ് തെയ്യത്തെ കുറിച്ചിട്ട് നമ്മൾക്ക് വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. തെയ്യം ഒരു ആരാധന രീതിയോ അനുഷ്ഠാന രൂപം മാത്രമല്ല, ഒരു പ്രദേശത്തിന്റെ അനിഷേധ്യ സാംസ്കാരിക ആവിഷ്കാരമാണ്. അപ്പൊ അത് ഈ തെയ്യം എന്നുള്ളത് ദൈവമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ ഈ പലതരത്തിലുള്ള വെല്ലുവിളി, ഇപ്പൊ കാവുകള്, പള്ളിയറകൾ ഇതൊക്കെ നവീകരിച്ച് ക്ഷേത്രങ്ങളായി മാറി എന്നതാണ്. ഈ തെയ്യം ഉണ്ടാക്കിയ പുലയനുണ്ട്, ഇവരുടെയൊക്കെ തോറ്റങ്ങള് ചില എഴുത്തച്ഛന്മാര് സംസ്കൃതവൽക്കരിച്ച് ഇതിനെ ദൈവമാക്കി മാറ്റിയിട്ടുണ്ട്. അത് തെയ്യം അടിസ്ഥാനപരമായി മണ്ണിൽ നിന്ന് ആകാശത്തേക്ക് പോയ ദൈവങ്ങളും മണ്ണിൽ തന്നെ നിന്ന തെയ്യങ്ങളുമാണ്. പക്ഷെ അതിനെയൊക്കെ ദൈവങ്ങളാക്കി മാറ്റി മറിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഡോക്യുമെന്ററിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം വരുന്നത്. അപ്പൊ ഇതിൽ ആകെ ഉള്ളത് ഒരു ദൈവവും മരം, ഭൂതം, ജന്തു, മനുഷ്യൻ എന്നുള്ള പച്ചക്കെട്ടുകൾ മാത്രമാണ് ഇതിലുള്ളത്. മരിച്ചു പോയവരാണ് ഈ തെയ്യങ്ങളായിട്ട് വരുന്നത്, അല്ലെ ദൈവങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ പൊട്ടൻ തെയ്യം നിങ്ങൾ വ്യാപകമായി കേട്ടിട്ടുണ്ടാവും. അതൊരു പൂലയനെ കൊന്നതിന്റെ കഥയാണ്. പക്ഷെ അതിന്റെ സംസ്കൃത എഴുത്തച്ഛൻ, അതായത് ഒരു എഴുത്തച്ഛൻ എഴുതി കഴിയുമ്പോൾ അതിലെ ശങ്കരൻ എന്നുള്ള ആള് ശിവനായിട്ട് മാറുകയാണ്. അങ്ങനെയൊന്നും ആദ്യകാല തോറ്റമ്പാട്ടിൽ ഉണ്ടായില്ല. ഒരു പുലയന് അവന്റെ വീടടക്കം തീ കൊളുത്തിയൊരു തോറ്റമാണ് അതിലുള്ളത്. പക്ഷെ പിൽക്കാലത്ത് അത് മാറ്റി. അപ്പൊ ഇതിലേക്കുള്ള ഒരു അന്വേഷണമായിരുന്നു നമ്മൾ ചെയ്തത്. ഏതാണ്ട് 40ഓളം തെയ്യങ്ങളുടെ ഷൂട്ടിങ്ങുകൾ ഞങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷമാണ് കൈരളിയെ സമീപിക്കുന്നത്. അപ്പൊ കൈരളിയില് 20 എപ്പിസോഡുകൾ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ 8 പ്രദർശിപ്പിച്ചു വരുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, അനങ്ങിപ്പോകരുത്. അതോടുകൂടി ആ ഡോക്യുമെന്ററിയുടെ പ്രദർശനം കൈരളിയിൽ അവസാനിച്ചു. കോവിഡ് ആണ് അതിന്റെ കാരണം. അപ്പോൾ കോവിഡ് വന്നതോടുകൂടി ആ തെയ്യത്തിന്റെ പ്രോജക്റ്റ് അങ്ങനെ നിന്നുപോയി. അപ്പോൾ അതിൽ 20 ഡോക്യുമെന്ററിയിൽ നിന്ന് ആദ്യത്തെ ഒരു പൈലറ്റ് എപ്പിസോഡാണ് ഒരു ഡോക്യുമെന്ററി ആയിട്ട് പുനരാവിഷ്കരിച്ച് പല സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും പല ഫെസ്റ്റിവലിൽ കാണിക്കുകയും ഉണ്ടായിരുന്നു. ഇതാണ് തെയ്യത്തെ കുറിച്ചിട്ട് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് നമ്മൾ ചെയ്തത്, ഈ ഒരു
40 വർഷമായിട്ട് നിശബ്ദനായി പോയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, കാസർഗോഡ് ജില്ലക്കാരനാണ് അദ്ദേഹം. കോഴിക്കോട് MT-യുടെ ഒന്നിച്ച് മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് K. ഗഫൂർ. ഈ കൊച്ചിൻ ബിനാലെ അദ്ദേഹത്തിന്റെ ചില വർക്കുകൾ അവിടെ പ്രദർശിച്ചപ്പോൾ ഈ 40 വർഷമായിട്ട് നിശബ്ദനായി പോയ ഒരാളെ കുറിച്ചിട്ട് അവിടുത്തെ ആർട്ട് താല്പര്യമുള്ളവർക്ക് അറിയണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഗഫൂറിനെ കുറിച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. അതിന്റെ പേരാണ് K. ഗഫൂർ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം, മണ്ണുണ്ണി എന്നൊരു 51 വർഷം മുമ്പ് ഒരു ഇറ്റാലിയൻ എഴുത്തുകാരൻ കാർലോ കൊളാഡിയുടെ പിനാക്കിയോ എന്നുള്ളൊരു, അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 70-ൽ മാതൃഭൂമിയിൽ ഖണ്ഡശയായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂൺ കഥയാണ് ഈ മണ്ണുണ്ണി എന്നുള്ളത്. അതിന്റെയൊക്കെ സൃഷ്ടാവാണ്. ഒപ്പം ഈ കാക്കനാടൻ സേതു, പുനത്തിൽ MP നാരായണപിള്ള ഇവരുടെ കൂടെ നിരന്തരമായിട്ട് മാതൃഭൂമിയിൽ കഥകൾ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഈ ആദ്യമായിട്ട് ഈ അരവിന്ദന്റെ ഈ ചെറിയ മനുഷ്യരും വലിയ ലോകം എന്നുള്ള കാർട്ടൂൺ പരമ്പര അവസാനിപ്പിച്ചപ്പോൾ ആ പേജിലേക്ക് അജ്ഞാത സഹായിയൊക്കെ വരച്ച ഒരാളാണ് K. ഗഫൂർ. 51 വർഷം കഴിഞ്ഞിട്ടും 51 വർഷം മുമ്പ് ചെയ്തതേ ഉള്ളൂ. അന്ന് ചെയ്ത ഒരു വർക്കുമില്ലാത്ത ഒരു സംഭവകാലത്താണ് ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് ഇത് ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വർക്കില്ല. പത്രങ്ങളിലും പഴയ മാതൃഭൂമിയിൽ വന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം അധികം സംസാരിക്കാറില്ല. അങ്ങനെയാണ് 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചത്. അതിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കിയത് മാങ്ങാട് രത്നാകരനാണ്. അദ്ദേഹവും K. ഗഫൂറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അതിന്റെ നരേഷൻ നിർവഹിച്ചത് പഴയ ഏഷ്യാനെറ്റിലെ ശശികുമാർ ആയിരുന്നു. ഒപ്പം അതിന്റെ കൂടെ CS വെങ്കടേശ്വരനെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അത് കൊച്ചിൻ ബിനാലെ ഫൗണ്ടേഷനിൽ പ്രദർശിപ്പിച്ചു. പിന്നെ വേറെ എവിടെയും അത് പ്രദർശിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല. അതാണ് അത് ആ ഡോക്യുമെന്ററിയെ കുറിച്ചിട്ട്. പിന്നെ അതിന്റെ പേര് കഥാവര എന്നാണോ? കഥവര എന്നാണ്. അത് കഥവര എന്നായിരുന്നു. അദ്ദേഹമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അതായത് അമർചിത്ര കഥയിലെ ഈ അനിമേഷൻ കഥകൾ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഇതിന്റെ ഉപജ്ഞാതാവ് ഒരുപക്ഷെ അദ്ദേഹമായിരിക്കും. ആദ്യമായിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഏകദേശം 90 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇപ്പോഴും ആരോഗ്യവാനാണ്. വര ഒരു ആഗ്രഹം മാത്രമാണ്, പക്ഷെ ഇപ്പൊ വരക്കുന്നൊന്നുമില്ല. അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു പുസ്തകം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, K. ഗഫൂർ സ്ട്രോക്ക് ആൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ കാസർഗോഡ് തന്നെയുള്ള GV വത്സനാണ് അത് എഡിറ്റ് ചെയ്തത്. അതിൽ MT വാസുദേവൻ, തോമസ് ജേക്കബ്, KGS തുടങ്ങിയ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ എഴുതിയ ഒന്നാണ്. അവരൊക്കെ ഈ ഡോക്യുമെന്ററിയിലും വരുന്നുണ്ട്. അതിനുശേഷം 4-5 വർക്ക് ചെയ്തു. പക്ഷെ എനിക്കിപ്പോ ചെലവൂർ വേണു ആണല്ലോ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനമായിട്ട് ചെയ്തത് ചെലവൂർ വേണുവിനെ കുറിച്ചിട്ടാണ്. ചെലവൂർ വേണു നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള SKയുടെ ഒരു മരുമകനാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഒരു അമരക്കാരനാണ്. അതിന്റെ ഈ ഫിലിം സൊസൈറ്റി ഫെഡറേഷനും കേരള ചലച്ചിത്ര അക്കാദമിയാണ് അതിന്റെ നിർമ്മാതാക്കൾ. ഗഫൂർ മാഷുടെ ഡോക്യുമെന്ററി ചലച്ചിത്ര അക്കാദമി കണ്ടതിന് ശേഷമാണ് അവർ ഇതിലേക്ക് എന്നെ തെരഞ്ഞെടുത്തത്. അപ്പോ കോവിഡിന്റെ ഒരു തീവ്ര വ്യാപന ഘട്ടത്തിലാണ് ഇതിന്റെ ആലോചനകളും ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പലരെയും ഈ ഷൂട്ടിങ്ങിലേക്ക് വരാൻ അവരുടെ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല. കാരണം വേണുവേട്ടന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഇന്ന് വളരെ പ്രായത്തിൽ നിൽക്കുന്നവരാണ്, അവശന്മാരാണ്. അപ്പൊ വീട്ടുകാർ പ്രത്യേകം ജാഗ്രത പുലർത്തിയെന്നേ ഉള്ളൂ. നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കോഴിക്കോട് നഗരം മുഴുവനും കണ്ടെയ്ൻമെന്റ് സോണുകളായിരുന്നു. ചില ഹെൽത്ത് പ്രോട്ടോകോളൊക്കെ നിലവിലുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. വളരെ സാഹസപ്പെട്ട് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഈ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഞങ്ങളൊക്കെ പേടിപ്പിക്കുന്ന രീതിയിൽ വേണുവേട്ടൻ കോവിഡ് ബാധിതനായി. ഒപ്പം ഇതിന്റെ സൗണ്ട് റെക്കോർഡിംഗ് എഞ്ചിനീയറും കോവിഡ് ബാധിതനായി ക്വാറന്റൈനിൽ പോയി. അങ്ങനെ ഏതാണ്ട് 8-9 മാസം നീണ്ടു നിന്ന ഒരു ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ നടന്നത്. അപ്പൊ ചെലവൂർ വേണു അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. അദ്ദേഹം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ 50 വർഷം തീർത്തു. സൈക്ക പോലുള്ള കേരളത്തെ പിടിച്ചുലക്കിയ നിരവധി മാസികകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മാസിക, വനിതാ മാസിക, ഇങ്ങനെയൊക്കെ പലതിനും തുടക്കമിട്ട സാഹസികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സമാന്തര സിനിമകളുടെ ഒരു അപായ കേന്ദ്രമാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ ഇപ്പോ അരവിന്ദൻ കോഴിക്കോട് റബ്ബർ ബോർഡിലൊക്കെ ഉദ്യോഗസ്ഥനായി കോഴിക്കോടേക്ക് വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ അലങ്കാർ ലോഡ്ജിൽ
കേന്ദ്രീകരിച്ച് അവിടെ ഇരിക്കുന്നതും ചില വിഷയങ്ങൾ സംസാരിക്കുന്നതും അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. ജോണിനെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നത് ചെറുവൂർ വേണു. അങ്ങനെ ഒട്ടനവധി പേരുടെ മുന്നേറ്റത്തിന് സാക്ഷിയായ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ട പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഈ അടുത്താണ് മരിച്ചുപോയത്. അപ്പോ അത്യന്തം ദുർഘടമായ ഒരു അവസ്ഥയിലാണ് ചെറുവൂർ വേണുവിന്റെ ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഗോവ, ഇവിടെ നിന്ന് ഷൂട്ടിംഗ് അനുവദിക്കാത്തതുകൊണ്ട് പല സംഭവങ്ങളും ഗോവയിൽ പോയി ഷൂട്ട് ചെയ്ത്, കോഴിക്കോട് നഗരത്തിൽ ഷൂട്ട് ചെയ്യേണ്ടത് ഒളിച്ചും പാത്തും കൊയിലാണ്ടി പോലുള്ള സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ കേരളമാകെ സന്ദർശിച്ചാണ് ഉണ്ടാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഓവർ ടു മൈ. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം അല്ലേ ഹേമ? ഓക്കെ, എന്നാൽ ഈ ജയൻ മങ്ങാടിന്റെ താങ്കളുടെ ഈ ഒരു പ്രക്ഷേപണമായിട്ട് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം താങ്കൾ പറഞ്ഞില്ല, അതും കൂടെ ഒന്ന് വിശദമായി പറയുമോ? ഞാന് ഏതാണ്ട് ഇന്നത്തെ 12 പറയുന്ന പോലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പോയ ഒരാളാണ്. അപ്പൊ അതിനുശേഷം ഞാൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പഠിച്ച് പിന്നീട് മറ്റുള്ള വിദേശത്തേക്കാണ് പോയത്. ഇറ്റലിയിലായിരുന്നു കുറേ വർഷങ്ങൾ താമസിച്ചത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അന്നൊക്കെ ഞാനൊരു സ്പാനിഷ് കമ്പനിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ററാക്റ്റീവ് ടെലിവിഷൻ ആണത്. തുടക്കത്തിൽ സാറ്റലൈറ്റ് TV ആയിരുന്നു, പിന്നീട് ഇന്ററാക്റ്റീവ് ടെലിവിഷൻ ആണ്. ഇതൊരു ടെക്നിക്കൽ സംഭവമാണ്. കാരണം നമ്മൾ ഒരു സാധാരണ ഒരു സ്റ്റേഷൻ, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് പോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന പണിയാണ് നമ്മൾക്കുണ്ടായിരുന്നത്. അതാണ്, അല്ലാതെ ടെലിവിഷൻ മേഖല ആയിരുന്നില്ല. ടെലിവിഷൻ മേഖലയിലേക്ക് ഞാൻ വരുന്നത് കോവിഡിന്റെ സമയത്താണ്. അന്ന് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊച്ചിയിൽ പോയിട്ട് ഒരു മാധ്യമത്തിൽ ജോലി ചെയ്യാനുണ്ടായത് ഒരു വർഷം. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ പറ്റി കോവിഡ് കാലത്തെ. ഈ ഡോക്യുമെന്ററി ഇവിടെ ഒരു ഭാഗമായി നിൽക്കാൻ പറ്റി. അപ്പോൾ വിദേശത്തായിരുന്നു കുറേ കാലം. അപ്പോൾ കണ്ണൂർ എയർപോർട്ട് വന്നതിന് ശേഷമാണ് വീണ്ടും നാട്ടിലെത്തി. ഈ നമുക്കറിയാമല്ലോ, അന്നത്തെ കാലത്ത് ഈ ഇന്റർനെറ്റോ മറ്റോ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ മൊബൈൽ ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളം അന്യമായിരുന്നു. കാരണം 12 വരെ കേരളത്തിൽ വടക്കേ മലബാറിൽ ഉണ്ടായിരുന്നു, അല്ലാതെ പിന്നീട് മലയാളമായിട്ട് യാതൊരു ബന്ധം നിലച്ചുപോയി. അപ്പൊ അപൂർവമായി നാട്ടിൽ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയത്. അങ്ങനെ തിരിച്ചു വന്നിട്ടാണ് ഞാൻ DC എങ്ങനെയാണ് എന്നെ ബന്ധപ്പെട്ടു എന്നറിയില്ല, ഇങ്ങനെയുള്ള ഒരു പുസ്തകം എഴുതണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ കേരളത്തിലെ ചൂതാട്ടക്കാരുടെ കഥകൾ, അവരുടെ ജീവിത കഥകളെ കുറിച്ചിട്ടും അതിന്റെ പരിസരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം DC പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ ഞാൻ ഡോക്യുമെന്ററിയിലേക്ക് ശ്രദ്ധ ചെലുത്തി. ഇപ്പോൾ വിദേശത്ത് ഉണ്ടായിരുന്ന മുഴുവനും പണിയും പ്രോജക്ട് ബേസ് ആണ്. പല രാജ്യങ്ങളിലും സന്ദർശിക്കുക, അവിടുത്തെ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയെ പരിചയപ്പെടുക, പുതിയ പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല യാത്രകളും നടത്തുക, എക്സിബിഷനിൽ പങ്കെടുക്കുക, ആർട്ടിക്കിൾ നോക്കുക, അങ്ങനെയുള്ള പണിയായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്. അവിടെ ഒന്നും ക്രിയേറ്റീവ് ആയിട്ടുള്ള അതിന്റെ എലിമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ അതാണ് ഡോക്യുമെന്ററിയിലേക്ക് വരാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അതൊരു നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഡിഗ്രി പഠിക്കുന്നത്. പക്ഷെ അവിടുന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് പുറത്തു പോകുന്നത്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കുറെ ആഗ്രഹങ്ങൾ നിലച്ചുപോയി. ഇപ്പൊ ഭാഷയോടും സാഹിത്യത്തോടും അതോടൊപ്പം ചരിത്രം, ഇങ്ങനെ രാഷ്ട്രീയത്തോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നൊക്കെ നിലച്ചുപോയി. അത് വീണ്ടും ഒന്ന് ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ കണ്ണൂർ എയർപോർട്ടിന്റെ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ തിരിച്ചു പോയില്ല. ഡോക്യുമെന്ററി, പുസ്തകരചന ഈ മേഖലയിലേക്ക് കടന്നു. ഈ കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലാണ് താങ്കൾ പ്രവർത്തിച്ചത്? കണ്ണൂർ എയർപോർട്ടിന്റെ ഇന്ററാക്റ്റീവ് ടെലിവിഷൻ, അതിന്റെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, അതെല്ലാം ഇന്ററാക്റ്റീവ് ആണ്. അതായത് 2-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും ഇതിന്. അപ്പൊ ആ പ്രോജക്റ്റ് IPTVയുടെ കൺസൾട്ടന്റ് ആയിരുന്നു. രണ്ടുപേരോടും ചോദ്യങ്ങൾ ചോദിക്കാം, ദയവായി മുന്നോട്ട് വരണം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ ഹേമ? ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ശ്രീ ജയൻ അദ്ദേഹം സംസാരിച്ചതിന്റെ ബാക്കിയായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അത് ഇപ്പൊ തെയ്യം എന്ന് പറയുന്ന ഒരു കലാരൂപം, അതിനെ ഒരു ആത്മാവിഷ്കാരം പോലെ തന്നെ കണക്കാക്കിക്കൊണ്ടാണ് അതിന്റെ റിസർച്ച് ചെയ്തതും. ഇപ്പൊ സംസാരിച്ചപ്പോ നമുക്കത് മനസ്സിലായി. ഇതുപോലെ മറ്റേതെങ്കിലും കലാരൂപം അതിനോട് താല്പര്യം തോന്നിയിട്ടുണ്ടോ?
അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത് തെയ്യം ഒരു കല എന്നതിലുപരി അതിലൊരു അനുഷ്ഠാനമാണ്. കാരണം പലപ്പോഴും നമ്മൾ തെയ്യ തെയ്യക്കാരന് ഒരു കലാകാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തെയ്യം കേവലം ഒരു കലാകാരൻ മാത്രമല്ല, അയാൾക്ക് ആ മനുഷ്യന് ഒരുപാട് പണികൾ അറിയാം, ഒരുപാട് മേഖലയിൽ തിളങ്ങി നിൽക്കുകയാണ്. അയാളൊരു ചെണ്ടക്കാരനാണ്, ഒരു നർത്തകനാണ്, അദ്ദേഹത്തിന് വാദ്യം അറിയാം, അദ്ദേഹത്തിന് പാടാൻ അറിയാം, തോറ്റം അറിയാം. ഒരേ മനുഷ്യനാണ്, അദ്ദേഹത്തിന് മനോഹരമായി വരക്കാൻ അറിയാം, അദ്ദേഹത്തിന് നെയ്യാൻ അറിയാം. അതെല്ലാം കൂടാതെ വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ആളാണ്. ആ സ്ഥലത്തെ കുറിച്ചിട്ട്, അവിടുത്തെ മനുഷ്യരെ കുറിച്ചിട്ട്, അവിടുത്തെ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടൊക്കെ നിരന്തരമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ മേഖലയിലും തികഞ്ഞ ഒരു മനുഷ്യനാണ് തെയ്യക്കാരൻ എന്നുള്ളത്. ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മേഖലയിൽ മാത്രമുള്ള ഒരാളാണ്. അങ്ങനെ ഒരു കലയല്ല തെയ്യം. തെയ്യം ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടായുള്ള അയാളെ നല്ല തെയ്യക്കാരനാണ്. തീയായിട്ടെല്ലാം നിങ്ങൾക്കറിയാം, തീയായിട്ടൊക്കെ എങ്ങനെയാണ് അത്, തീയിലൊക്കെ എങ്ങനെയാണ് പൊരുതുന്നത്, എത്ര മനോഹരമായി പാടുന്നു, എത്ര മനോഹരമായി ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെയാണ് ഒരു വലിയ എല്ലാം തികഞ്ഞ ഒരാൾക്ക് മാത്രമേ ഒരു തികഞ്ഞ തെയ്യക്കാരനാവാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ കേവലം ഒരു ദൈവാരാധന ഒന്നും അല്ല. ഇത് കൃത്യമായ ഒരു അനുഷ്ഠാനമാണ്, ഒരു മനുഷ്യന്റെ ഒരു പരകായ പ്രവേശമാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണിത്. അപ്പൊ ഇതില് രാഷ്ട്രീയം ഉണ്ടോന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് അതായത് ഈ തെയ്യക്കാരൻ എന്നുള്ളത് വളരെ ജാതി വ്യവസ്ഥയിൽ വളരെ താഴ്ന്ന ജാതിയിലുള്ള അവാന്തര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു തെയ്യമായി കഴിഞ്ഞാൽ ഈ സവർണ ജാതി, ഇപ്പൊ നായര്, നമ്പൂതിരി, ഇവരൊക്കെ തെയ്യത്തെ വണങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത് സാധ്യമാണ്. അപ്പൊ ഇത് തെയ്യത്തിൽ മാത്രമേ സാധ്യമാണുള്ളൂ, മറ്റേതെങ്കിലും കലയിൽ ഇതൊന്നും നടക്കുന്ന ഒരു ഏർപ്പാടല്ല. ഇപ്പൊ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കാസർഗോഡ് ജില്ലയിൽ മാത്രം, കേരളത്തിൽ അങ്ങനെ അധികം മറ്റു സ്ഥലങ്ങളിലൊന്നും യാത്ര ചെയ്യാത്ത ഒരാളാണ്. ഇവിടെയുള്ള കലകളൊക്കെ വളരെ ദളിത് കലകളാണ്. ഇപ്പൊ മംഗലം കളി, അലാമിക്കളി എന്നൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെ കഥകളിയോ വലിയ നൃത്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ള സ്ഥലമാണ്. ഓട്ടംതുള്ളൽ ഉണ്ടായിട്ടുണ്ട്, വേണം ഓട്ടംതുള്ളലിന്റെ ഒരുപക്ഷെ ആവിർഭാവം ഇവിടെ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ അത്രയധികം മനുഷ്യരുമായിട്ട്, മനുഷ്യന്റെ ഒരു നരവംശ ശാസ്ത്രമൊക്കെ ബന്ധപ്പെടുന്ന കലാവിഷ്കാരങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് പെരുവണ്ണാന്മാരുടെ ഒരു പരിവൃത്തത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ, അനുഷ്ഠാന കല എന്നുള്ള രീതിയിൽ? ഈ തെയ്യം പെരുവണ്ണാന്റേത് മാത്രമല്ല, ഇത് തെയ്യത്തെ, അതായത് തെയ്യം മലയൻ എന്ന് പറയുന്ന ഒരു ജാതി വിഭാഗമാണ് തെയ്യം. അതുപോലെ തന്നെ പെരുവണ്ണാനുണ്ട്, അഞ്ഞൂറ്റാൻ എന്ന് പറയുന്ന വിഭാഗമുണ്ട്, അത് നൽക്കേതായർ എന്ന് പറഞ്ഞ അതിനും താഴെയുള്ള അവാന്തര വിഭാഗങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു 8ഓളം കമ്മ്യൂണിറ്റികൾ തെയ്യക്കാരിലുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. കാരണം അവർക്ക് മാത്രം അവകാശപ്പെട്ടാണ് തെയ്യം കളിക്കുക എന്നുള്ളത്. അതിന് കൃത്യമായ നിബന്ധനകളുണ്ട്. അവർ ജന്മാരിമാര് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സ്ഥലത്ത്, അവർക്ക് അവകാശമുള്ള സ്ഥലത്ത് മാത്രമേ അവർക്ക് തെയ്യം കളിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ബോർഡർ വിട്ടിട്ട് തെയ്യം കെട്ടാനൊന്നും അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ജാതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ താങ്കൾ ഈ പൊട്ടൻ ദൈവത്തിന്റെ പുരാവൃത്തത്തെ കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഇങ്ങനെ ഒരു പാർശ്വവൽകൃതരായിട്ടുള്ള ഒരു സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ആവിഷ്കാരം എന്നുള്ള ലെവലിലാണോ അതിനൊരു പ്രാധാന്യമുള്ളത്? ഇപ്പം ഹലോ, മൈക്ക് ഓഫാ. പൊട്ടൻ തെയ്യം എന്നുള്ളത് ഒരു പുലയന്മാരും മലയന്മാരും മാത്രം ചെയ്യുന്ന ഒന്നാണ് ഈ പൊട്ടൻ തെയ്യം എന്നുള്ളത്. അതിന്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളെ കൊന്നാലും ചോരയിലെ ചോര എന്നുള്ള തോറ്റത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഭാഗം മാത്രമാണ് വളരെ ഗ്രാമീണമായ ഒരു നാടൻ ചൊല്ലുകൾ ഉള്ളത്. പക്ഷെ അതിനുശേഷം വരുന്ന കുറേ ഭാഗങ്ങളൊക്കെ സംസ്കൃതവൽക്കരിച്ചു. ഇപ്പൊ കാഞ്ഞങ്ങാട് തന്നെയുള്ള അജാനൂറുള്ള ഒരു എഴുത്തച്ഛനാണ് അത് സംസ്കൃതവൽക്കരിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശിവനും മറ്റതൊക്കെ ഇതിൽ കയറി വരികയാണ് ചെയ്യുന്നത്. പൊട്ടൻ എന്നുള്ളത് പൊട്ടൻ്റെ ഒരു നിൽപ്പുണ്ട്. ഒരു വയലില് വളരെ ദൈന്യമുള്ള ഒരു മകനും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് നടന്നു പോകുന്ന ഇതിനെതിരെ ഒരു ശങ്കരൻ എതിരെ വരികയാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന വാഗ്ദാനങ്ങളാണ് തോറ്റത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴുള്ള തോറ്റത്തിൽ കാണുന്നത്, അത് ഈ ശങ്കരൻ പൊട്ടൻ വേഷം മാറി വന്ന ശിവന് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതൊന്നുമല്ല, മലയാളത്തിൽ മനോഹരമായിട്ടുള്ള തോറ്റങ്ങൾ എഴുതിയ ഈ പുലയന്
ഈ സാധാരണ സംസ്കൃതം അറിയുന്ന ശങ്കരനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സാരാംശം. പക്ഷെ ഇതിന്റെ ഫലമായിട്ട്, അതായത് നമ്മൾ പണ്ടൊക്കെ ഈ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തർക്കിച്ച് ജയിച്ച ചണ്ടാളന്മാരുടെ നാവറുക്കുന്ന ഒരു പതിവ് ശങ്കരാചാര്യന്മാർക്കുണ്ടായിരുന്നു. പല ശങ്കരാചാര്യന്മാരുണ്ടല്ലോ, നൂറുകണക്കിന് ശങ്കരന്മാരുണ്ട്. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തെ വീടോടുകൂടി ചുട്ടുകൊന്ന അതാണ് ഈ പൊട്ടന്റെ യഥാർത്ഥ സങ്കല്പം എന്നുള്ളത്. ഒരു മനുഷ്യന്റെ തോൽവിയിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ മരണത്തിൽ നിന്നാണ് ഒരു തെയ്യമായിട്ട് വരുന്നത്. പൊട്ടന് മാത്രമല്ല എല്ലാ തെയ്യത്തിന്റെയും ബാധകമാണ്. ഇപ്പോൾ എല്ലാ തെയ്യവും ഇങ്ങനെ പല രീതിയിൽ ചതിക്കപ്പെട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള വേദനകൾ സഹിച്ചൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ് ഈ തെയ്യങ്ങൾ. കാരണം മരിച്ചവരെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഈ ഗോത്ര സമൂഹത്തിന് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് തെയ്യം. പൊട്ടനും അങ്ങനെ ഒന്നെന്ന് വിചാരിച്ചാൽ മതി. ഈ 40 എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞില്ല അല്ലേ? അത് ഇടയ്ക്ക് വെച്ച് നിർത്തി എന്ന് അതങ്ങ് പറയുണ്ടായി. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും ഇനിയും? 40ഓളം തെയ്യങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ എഡിറ്റിംഗ് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതേണ്ട് 20ഓളം ഡോക്യുമെന്ററികൾ പൂർത്തിയായി. അതിന്റെ സീരീസ് ആണത്. അത് പൂർത്തിയായി. അതിൽ 8ഓളമാണ് കൈരളിയിൽ വന്നത്. ഞാൻ അതിനു മുമ്പ് തന്നെ നാഷണൽ ജോഗ്രഫി ആയിട്ടൊരു ചർച്ച നടത്തിയിരുന്നു. അപ്പോ അവർക്ക് അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവരുടെ ക്വാളിറ്റി വിഭാഗം ചെക്ക് ചെയ്യുകയും അപ്പൊ എന്നോട് ഈ 20ഉം പൂർത്തിയാക്കി തരണമെന്ന് അവകാശപ്പെട്ടതിന്റെ പേരിലാണ് കൈരളിയിൽ ഒരു സ്പീഡപ്പും അതിനൊരു മാർക്കറ്റിംഗ് ആവശ്യമുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് കൈരളിയിൽ ഇത് രാവിലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണിക്ക് പ്രദർശിപ്പിക്കാമെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയത്. ബൈജു ആപ്പ് അതുപോലെ തന്നെ ഇന്ത്യാന ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഇതിന്റെ സ്പോൺസർമാര്. പക്ഷേ മാർച്ചിന് മുമ്പ് ഇതെല്ലാം തീർന്നത് കൊണ്ട് ആ കാശൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പൊ വമ്പിച്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഈ തെയ്യം തന്നത്. നമ്മൾ എത്ര ആരാധിച്ചാലും ചില സംഭവങ്ങളിൽ നമ്മളെ തിരിച്ചടിക്കുമല്ലോ. ഇപ്പോ ഈ സീരീസില് ഇപ്പൊ പ്രദർശിപ്പിച്ച 8ഓളം പിന്നെ ഇത് പ്രദർശിപ്പിച്ചില്ല എപ്പിസോഡുകളായിട്ട്. അപ്പൊ ഇതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ എന്താണ്? തെയ്യത്തിനെ നമുക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പൊ തെയ്യം എന്നുള്ള ഒരു ഇപ്പൊ ഞാൻ തന്നെ പറയുമ്പോൾ അതൊരു കലാരൂപം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതല്ല, അതിന് മുകളിലാണ് അതിന്റെ സ്ഥാനം എന്ന് ഓർപ്പിക്കാനായിട്ട് ഈ ടെലികാസ്റ്റ് ചെയ്ത ആ എപ്പിസോഡുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വലിയ ജനവിഭാഗത്തെ ഒന്നും എത്തിക്കാനൊന്നും കൈരളി കഴിഞ്ഞിട്ടില്ല. സ്വതവേ ഞായറാഴ്ച രാവിലെയാണ് 8 മണിക്കാണ് ഇത് വന്നത്. അതിന്റെ റിപ്പീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബ് അവകാശം ഞാൻ കൊടുത്തില്ലായിരുന്നു. അവർ ഷൂട്ട് ചെയ്ത് അവർ കാണിക്കുന്ന ഭാഗം എനിക്ക് തിരിച്ചു തരണം എന്നുള്ള ധാരണയിലായിരുന്നു അതുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ തെയ്യത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാർ ഇത് കണ്ടു. പക്ഷേ ഒരു അപ്രിസിയേഷൻ, ഇതൊരു പബ്ലിക് ഡൊമൈനിൽ വരുന്നത് കൊണ്ട് അധികം ആളും ഇതിനെ നികൃഷ്ടമായ രീതിയിലാണ് ഈ ഡോക്യുമെന്ററി സമീപിച്ചത്. കാരണം അവർ വിചാരിക്കുന്ന ദൈവത്തിന്റെ അവതരണങ്ങളായിരുന്നില്ല ഇത് മനുഷ്യന്റെ തന്നെ വിചാരങ്ങളായിരുന്നു ആ ഡോക്യുമെന്ററി പ്രതിഫലിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൈരളിക്ക് വലിയൊരു എതിർപ്പുണ്ടാകാൻ അതിൽ സാധ്യതയുണ്ട്. കാരണം ജനമൊക്കെ ആ കോവിഡ് കാലത്തൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുകൾ ഇത് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ്, ഇങ്ങനെയാണോ സമീപിക്കേണ്ടതെന്നുള്ള രൂപത്തിൽ ഇതിനെ നെഗറ്റീവായിട്ട് കാണാനാണ് ബഹുഭൂരിപക്ഷം സാധാരണ പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കും. കാരണം അവര് ആരാധിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ മനുഷ്യനായി വീണ്ടും ചിത്രീകരിക്കുന്നത് കാണുമ്പോഴുള്ള വിമർശനങ്ങളായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. ഏതായാലും വലിയ ചർച്ചയ്ക്കൊന്നും ഇത് കാരണമായിട്ടില്ല. കാരണം ഇത് തുടങ്ങിയ പോലെ തന്നെ വളരെ പെട്ടെന്ന് അവസാനിച്ചു. കാരണം 2 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിന് വലിയ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള ഒന്നും ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തുടങ്ങി, വളരെ പെട്ടെന്ന് അവസാനിച്ചു. ചോദ്യങ്ങൾ നമുക്കിനി ഡോക്ടർ ധന സമോദിന്റെ ജലസമാധി എന്ന ഡോക്യുമെന്ററിയെ കുറിച്ചും കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലേ ഹേമ? അതെ സർ, അതിന്റെ ശരിയായ പേര് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിലാണോ എന്നറിയില്ല. വാനിഷിംഗ് ഐലൻഡ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണോ ആ ഡോക്യുമെന്ററി ഉള്ളത്? ശ്രീ ധനസുമോദ് മൈക്ക് മ്യൂട്ടാണ് കേട്ടോ. ഹലോ ഹലോ മൈക്കിൽ താഴെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, റൈറ്റ് സൈഡിൽ താഴെ. കേൾക്കാം. ഡോക്യുമെന്ററി ഇംഗ്ലീഷിലാണോ ഉള്ളത്? ഇല്ല, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് മലയാളത്തിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ കാര്യവട്ടം അക്വ ഇതിലെ വിഭാഗത്തിലെ ശാസ്ത്രജ്ഞന്മാര്
അങ്ങനെ കുറെ ആൾക്കാർ വരുന്നുണ്ട് അതിനകത്ത്. കൂടുതലും ഈ ഇതിൽ അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ ഒരു ബൈറ്റുകളാണ് കൂടുതലുള്ളത്. ഉം. പിന്നെ ഇതിന്റെ ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയത്, ശബ്ദം നൽകിയിട്ടുള്ളത് MA ബേബി ആയിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു സൗണ്ടും പിന്നെ കൊല്ലോട്ടുള്ള ബന്ധവും ആ പ്രദേശത്തെ കൂടുതൽ അറിയാവുന്നതും അതെല്ലാം കൂടിയായിരുന്നു അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ഞാൻ ആദ്യം ഈ ആമുഖമായി പറഞ്ഞപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി സുജാതൻ മൺട്രോത്തുരുത്തിനെ കുറിച്ച് എഴുതിയ ദ്വൈപായനം എന്ന നോവലിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. അപ്പം അതിൽ വായിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിക്കണം എന്ന് തോന്നുന്നുണ്ട്. അതിലൊരു ചരിത്രാഖ്യായിക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ആ നോവലിലെ റാണി പാർവതി ഭായിയുടെ കാലത്ത് കേണൽ മൺട്രോ മുഖേന നീറ്റംതുരുത്ത് 2000 ഏക്കർ ഭൂമി നികത്തി കൃഷി ഇറക്കി അത് ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് പൂർണ്ണമായും കൊടുത്തു. 111 വർഷം അവരുടെ ഉടമസ്ഥതയിലിരുന്ന് ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കോട്ടയം CMS കോളേജ് സ്ഥാപിക്കപ്പെടുകയും നടത്തിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ആ ചരിത്രം വിശദമായി പറയുന്ന ഈ നോവലിലെ ഈ ഇപ്പോഴത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് കുളത്തൂപ്പുഴ അണക്കെട്ട് വന്നതുകൊണ്ടാണ് മൺട്രോത്തുരുത്ത് ഐലൻഡ് മുങ്ങിപ്പോയത് എന്നൊരു പരാമർശം ആ കൃതിക്കകത്തുണ്ട്. ഞാൻ ശ്രീ ബിനു കരുണാകരൻ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, അദ്ദേഹം എത്തിയോ? ശ്രീ ബിനു അല്ലേ സാർ? എനിക്ക് കുറച്ച് കേൾക്കാൻ പറ്റില്ല, ഓഡിബിൾ ആയിരുന്നു. ശ്രീ ബിനുവിന് നമ്മൾ ഇൻവിറ്റേഷൻ അയക്കണ്ടേ? അയച്ചിട്ടുണ്ട്. അദ്ദേഹം അല്ല, ബിനു ഉണ്ടല്ലോ, ആ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. അത് സ്പീക്കേഴ്സ് പാനലിലേക്ക് വരാൻ വേണ്ടി ചിലപ്പോ അദ്ദേഹം സ്പീക്കർ ആയിട്ടുണ്ട്, ഇപ്പൊ ആയിട്ടുണ്ട്. ഓക്കെ. റൈറ്റ് സൈഡിലെ മൈക്കിൽ ടച്ച് അതെ, ഇല്ല, എപ്പോഴും ശരിയായില്ല. ഈ സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുഭാഗത്ത് മൈക്കിന്റെ ഒരു ഐക്കൺ കാണാം, ആദ്യമുള്ള ഐക്കൺ ആണ്. അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഓപ്പൺ ആവും. ശ്രീ ബിനു, ഹലോ, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ ഈ മൈക്കിന്റെ ഐക്കൺ ഈ സ്ക്രീനിന്റെ താഴെ വലത്തെ അറ്റത്തുണ്ട്, അതൊന്ന് ടച്ച് ചെയ്താൽ നമസ്കാരം. ചോദ്യം കേട്ടു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് 2-3 വേർഡ്സ് കേട്ടില്ല സാർ. എന്തായിരുന്നു? കോൾ വന്നുപോയി. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പി സുജാതന്റെ പുസ്തകത്തിലുള്ള ഒരു പരാമർശം മൺട്രോത്തുരുത്ത് ഇപ്പം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും, വെള്ളം കയറുന്നു, പിന്നെ താമസയോഗ്യമല്ലാതായി മാറുന്നു, അതിന് അടിസ്ഥാന കാരണം കുളത്തൂപ്പുഴ അണക്കെട്ടിന്റെ നിർമ്മാണമാണ് എന്ന് ഈ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. ഞാൻ അതേക്കുറിച്ചാണ് ചോദിച്ചത്. സാർ, അത് നമുക്ക്, അതായത് കുളത്തൂപ്പുഴ അണക്കെട്ട് ശരിക്കും പറഞ്ഞാല് വെള്ളത്തെ ഇങ്ങോട്ടുള്ള ഒഴുക്ക് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് യോജിക്കാൻ കഴിയുന്നില്ല. അതായത് വെള്ളം ഒഴുകി വന്നിരുന്ന വെള്ളത്തിന്റെ ഒരു 40-50% കുറയുകയാണ് ചെയ്തത് ഡാം കെട്ടിയത് കാരണം. അപ്പൊ ഇത് തമ്മിലൊരു ലോജിക്ക് ഇല്ല. സമയം തിരിച്ച് അഷ്ടമുടി കായൽ നശിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അഷ്ടമുടി കായലിനെ ശ്രീ ധനസമ്പത്ത് പറഞ്ഞ പോലെ അഷ്ടമുടി കായലിന്റെ പ്രോപ്പർട്ടി കടൽ സമാനമാക്കി മാറ്റുന്നതിനാണ് അത് കാരണമായത്. ഈ വെള്ളം കുറവ് വന്നപ്പോൾ, ഫ്രഷ് വാട്ടറിന്റെ അളവ് കുറവ് വന്നപ്പോൾ കടൽ ജലത്തിന്റെ ആ തള്ളിക്കയറ്റോട് വന്നപ്പോഴത്തേക്ക് അഷ്ടമുടി കായൽ എന്ന് പറയുന്നത് ഒരു കടലിടുക്കായി മാറുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു വാട്ടർ ലെവൽ ഉയരുന്നതും ഭൂമി ചെറുതായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതുമാണ് ഈ വെള്ളം ഉയരാനായിട്ട് കാരണമായത്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴേ വീടുകൾ, ഉപേക്ഷിക്കപ്പെട്ട ധാരാളം വീടുകൾ നമുക്ക് റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ തന്നെ കാണാൻ പറ്റും. എത്ര വീടുകൾ അങ്ങനെ ഇപ്പൊ ആൾക്കാർ ഇവിടെ താമസം മാറ്റിയിട്ടുണ്ട്? ഞങ്ങളൊരു ചെറിയ സ്റ്റഡി നടത്തിയിട്ട് ഒരു 300ഓളം വീടുകൾ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി വീടുകളിൽ അത് വലിയ നമ്പറാണല്ലോ, വലിയ നമ്പർ. അത് ജനസംഖ്യയുടെ ഒരു നല്ല ഭാഗം ഉണ്ട് അതിനകത്തല്ലേ. നമ്മൾ ഈ മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴേ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു വീടങ്ങ് ഉപേക്ഷിച്ച് എല്ലാം കൂടെ കെട്ടിപ്പറക്കി പോവുകയല്ല ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ഒരു ഫാമിലി വന്നു, അതില് കുറച്ച് മക്കളൊക്കെ മുതിർന്നവരാകുന്നെ അവര് മാറി സെറ്റിൽ ചെയ്തു. ഇവര് പ്രായമായി പോകാനുള്ള ഒരു മനസ്സുണ്ടാകത്തില്ല. അവരവിടെ നിന്ന് അവസാനം വാർദ്ധക്യ സഹജമായി മൂവ്മെന്റ് കുറയുമ്പോൾ
മക്കളവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ അറിയാതെ ഒരു ആ വീട് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, അല്ല ഒരു അടിക്ക് പോവുകയല്ല ഉം, ഉം, ചെയ്യുന്നത്. ഉം, ഉം, ഉം. താങ്കളുടെ ഞാൻ അഭിപ്രായത്തിൽ ഇത് ഇതിന്റെ ഹിസ്റ്ററി എന്തോ ഇത് അതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ്? സത്യം പറഞ്ഞാൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. കാര്യം ആഗോളതാപനം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഇമ്പാക്റ്റുകളിലൊന്നാണ് ഇത് മൺട്രോത്തുരുത്ത് മുങ്ങുന്നത് എന്നാണ് ഒരു ശാസ്ത്രീയമായ വ്യാഖ്യാനം ഉണ്ടല്ലോ. താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? അതെ, മൺട്രോത്തുരുത്ത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ വളരെ സമൃദ്ധിയുടെ കഥകളാണ് പറയാനുള്ളതെല്ലാം. ഇഷ്ടംപോലെ നെൽകൃഷി ഉണ്ടായിരുന്നു. നാളികേര കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സമൃദ്ധമായ തെങ്ങുകളായിരുന്നു. പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഇതിന്റെ മുട്ടയിട്ട് കഴിഞ്ഞാല് ഉച്ചയാകുമ്പോഴത്തേക്ക് കലം നിറഞ്ഞു പോകുമായിരുന്നാണ്, കുടം നിറഞ്ഞു പോകുന്ന അത്രയും കള്ള് പ്രൊഡ്യൂസ് ഏറ്റവും ആരോഗ്യമുള്ള തെങ്ങുകളൊക്കെ ഉള്ള പ്രദേശമായിരുന്നത്. അതുകൊണ്ടാണ് ഈ റാണി ഇങ്ങനെ ഈ മൺട്രോ സാഹിബിന് ഒരു കരവൊഴിവായിട്ട് ഈ ഭൂമി കൊടുക്കുകയൊക്കെ ചെയ്ത് ഇവിടുത്തെ ഇത് കണ്ടിട്ടാണ്. പക്ഷേ അതിനുശേഷം ഈ കല്ലട ഡാം വന്നു, അപ്പൊ ഫ്രഷ് വാട്ടർ ഫ്ലോ കുറഞ്ഞു. അതിനുശേഷം അതിന് സിമിലൈസ് ആയിട്ട് കടൽ ജലനിരപ്പിൽ നിന്നുള്ള വെള്ളത്തിന് തള്ളിക്കയറ്റം വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഉപ്പിന്റെ ആധിക്യം വന്നപ്പോഴത്തേക്ക് നെൽകൃഷി പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ കടലിന്റെ ജലനിരപ്പ് ഇങ്ങനെ ഉയർന്ന കാരണം, കായൽ നിരപ്പ് ഉയർന്ന കാരണം ഈ പറഞ്ഞ പോലെ ആദ്യം പറമ്പുകളിലേക്ക് വന്നു, പിന്നെ വീടുകളിലേക്ക് വന്നു, പിന്നെ വീടുകൾ സെറ്റിൽ ചെയ്ത് വിണ്ട് കയറാൻ തുടങ്ങി. അപ്പൊ പല ഭാഗത്തുനിന്നും ആളുകൾ കൃഷിയും വീടും ഉപേക്ഷിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. ഒരു ഭയങ്കരമായ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നതിന്റെ എക്സ്ട്രീം ഏറ്റവും ദുരിതം പേറുന്ന ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഇപ്പോഴും ഞങ്ങൾ കുറച്ചുപേരെ ഇപ്പോഴും അവിടെ അതിജീവനം നിൽക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നിട്ടും നമുക്ക് ഭീതിയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ആൾക്കാരെല്ലാം ഒഴിവ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പോയി ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ആ കുറച്ച് മണ്ഡലത്തിന്റെ മുഴുവൻ പ്രദേശത്ത് ഈ പ്രശ്നമില്ല, ഒരു 40% പ്രദേശം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. തൊഴിലില്ലാതാവുന്നുണ്ട്. അതായത് ഇപ്പൊ മേജറായിട്ട് നേരത്തെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവർക്ക് മത്സ്യലഭ്യത ഇല്ലാതായതുകൊണ്ട് ഈ മത്സ്യബന്ധനമില്ല, ആ ഒരു തൊഴിൽ മേഖല പോയി. ഈ തെങ്ങും കൃഷിയും പോയതുകൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നത് പോയി, കൃഷിക്കാരില്ലാതായി. അങ്ങനെ എല്ലാ വിധത്തിലും ഉപജീവന മാർഗം ഇല്ലാതായ ഒരു അവസ്ഥയും കൂടെ ഇപ്പൊ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ശ്രീ ധനസുമോട് സൂചിപ്പിച്ചതുപോലെ ആ ഉപേക്ഷിക്കപ്പെട്ട് പോയെടുത്ത് ഈ വലിയ കണ്ടൽക്കാടുകളും പിന്നെ ഇടത്തോടുകളൊന്നും ഈ വലിയ കയ്യേറ്റം ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് വലിയ കയ്യേറ്റങ്ങളൊക്കെ വന്നില്ലല്ലോ. അപ്പൊ ഇടത്തോടുകളൊക്കെ അവിടെ നിലനിന്നു. അത് കാരണം ഈ കനോയിങ് എന്ന് പറഞ്ഞൊരു ടൂറിസം ലോകത്തിൽ തന്നെ മൺട്രോത്തുരുത്തിൽ മാത്രമേ ഉള്ളൂ 5-6 മണിക്കൂർ ഇപ്പോഴും ഈ ഇടത്തോടുകളിലൂടെയൊക്കെ ബാക്ക്യാർഡിലൂടെയൊക്കെ ഇങ്ങനെ വള്ളങ്ങളിൽ പഴയ പരമ്പരാഗത ശൈലിയിൽ ഊന്നിക്കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന ഇടത്തോടുകൾ അവിടെ നിലനിന്നു. പക്ഷെ അതിപ്പോ ഒരു ടൂറിസത്തിന്റെ ഒരു അതിജീവനത്തിന്റെ മാർഗമായി മാറിയിട്ടുണ്ട്. ഈ ധനസൂദ ഉൾപ്പെടെയുള്ള മീഡിയകളെല്ലാം ചർച്ച ചെയ്തു. അപ്പൊ ആളുകളെ മൺട്രോത്തുരുത്തിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചൊരു ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരു കൗതുകത്തോടെ വന്ന് കാണാൻ തുടങ്ങിയപ്പോഴാണ് ടൂറിസം നല്ലോണം ഹൈക്ക് ചെയ്തു. ഇതോട് വൻകരയോട് ബന്ധിപ്പിക്കുന്ന, വൻകരയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, പാലം വരുന്നുണ്ട് ഇപ്പൊ അല്ലേ? ശരിക്കും പറഞ്ഞാൽ അന്ന് ടി.കെ. ദിവാകരൻ മിനിസ്റ്റർ ഇരിക്കുമ്പോഴാണ് ഒരു ശരിക്കും മൺട്രോത്തുരുത്തിനെ ഐലൻഡ് ആയിരുന്നല്ലോ മൺട്രോത്തുരുത്ത്. കല്ലടയാറിന്റെ ഒരു ശാഖ വെട്ടി ഉണ്ടാക്കി പുത്തനാർ എന്ന് പറഞ്ഞ ശാഖ വെട്ടി മൺട്രോ സാഹിബാണ് മൺട്രോത്തുരുത്തിനെ ഐലൻഡ് ആക്കിയത് ശരിക്കും പറഞ്ഞാൽ. നീറ്റം തുരുത്ത് അല്ലേ? അല്ലല്ല, മൺട്രോത്തുരുത്തിനെ ഒരു തുരുത്താക്കിയത് മെയിൻ എൻട്രൻസിൽ ഒരു പാലം, ഒരു തോട് വെട്ടി ഉണ്ടാക്കി. അത് കല്ലടയാറിങ്ങനെ ഒഴുകി പോകുന്ന വെള്ളപ്പൊക്കം ഉണ്ടാവുമല്ലോ, അപ്പം കുറച്ച് വെള്ളത്തെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് വേറെ ഭാഗത്ത് നീറ്റം തുരുത്ത് ഭാഗത്തൊക്കെ നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ തോടുണ്ടാക്കി. അന്നൊരു തോടുണ്ടാക്കി, പിന്നെ ഒഴുകിയത് വലിയ ആറിന്റെ ഒരു കൈ വഴിയായി. അവിടെ ഇപ്പൊ ഒരു മറ്റേ ടി.കെ. ദിവാകരൻ മിനിസ്റ്റർ ആയിരിക്കുന്ന പുള്ളിയാണ് ഒരു ബ്രിഡ്ജ് അന്ന് തന്നെ പണിച്ചിട്ടുണ്ട് 56 മറ്റോ. അങ്ങനെ പിന്നിപ്പോ ഒരു പെരുമൺ പാലം വരുന്നുണ്ട്, തൊട്ടപ്പുറത്ത് കണ്ണേക്കാട് പാലം കൂടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരു മെയിൻ കൊല്ലത്തിന്റെ മെയിൻ സ്ഥലമായിട്ട് മാറും. 15 കിലോമീറ്ററിനുള്ളിൽ നല്ല ഗതാഗതസൗകര്യമുള്ള പ്രദേശമായിട്ട് മണ്ഡലത്തിൽ മാറാൻ പോകും 2 ബ്രിഡ്ജ് തീരുമ്പോൾ. ഡോക്യുമെന്ററികൾ ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ? ഡോക്യുമെന്ററി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെന്ററി ആണല്ലോ അത്. അന്നത്തെക്കാട്ടി ഭയങ്കര ഇന്ന് ആ മൺട്രോത്തുരുത്തിന്റെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നതാണ് ആ ഡോക്യുമെന്ററി. ശരിക്കും പറഞ്ഞാൽ അന്നിരുന്ന ആളുകളും ആ വീടുകളൊക്കെ തന്നെ കുറേയേറെ നിലംപൊത്തി പോയി അന്നത്തെ ആ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പോൾ മൺട്രോത്തുരുത്തിൽ ഇങ്ങനെ ആയിരുന്നു ആ ഒരു ഭൂതകാലം എന്ന് നമുക്ക് കാണിക്കാനായിട്ട് ഒരു ഡോക്യുമെന്റ് ആണ് ശ്രീ ധനസുമോദ് ശരിക്കും പറഞ്ഞാൽ തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഞാൻ അനുബന്ധമായി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ സുജാതന്റെ നോവലിനെ കുറിച്ച് ഞാൻ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. അതിന്റെ വിഷയം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ അതിൽ ചർച്ച ചെയ്യുന്നത് ഈ 111 വർഷം ഈ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ കയ്യിൽ മൺട്രോത്തുരുത്തിരുന്നു. അതിനുശേഷം 1930 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അത് തിരിച്ച് സർക്കാരിന്റെ കയ്യിലേക്ക് തിരിച്ചു വരുന്നത് തുരുത്തും. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റ് സഭ
മൺട്രോത്തുരുത്തിന്റെ പിന്നെ കേണൽ മൺട്രോയുടെ കാലത്തും അതിനുശേഷവും വൻതോതിൽ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും മൺട്രോത്തുരുത്തിൽ ആരും മതം മാറിയില്ല എന്നാണ് ഈ നോവൽ അല്ലെങ്കിൽ ചരിത്രാഖ്യായിയുടെ ഒരു തീം എന്ന് പറയുന്നത്. ശരിയാണോ അത്? ആരും മതം മാറിയോ ഇല്ലയോ എന്ന് ഇപ്പൊ നമുക്ക് പറയാം. ആരും മതം മാറിയില്ലെന്നുണ്ട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ അവര് അത് വിജയം കണ്ടില്ല. എന്നുവെച്ചാൽ അവിടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വിരലെണ്ണാവുന്നത് മാത്രമാണ്. ഇപ്പം ഒരു 2-3% ഉള്ളൂ അവിടെ. അത് ശരിക്കും പറഞ്ഞാൽ മൺട്രോത്തുരുത്തൊരു ഒരു SNDP കമ്മ്യൂണിറ്റി 95% ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ. അത് കാരണം ഈ വലിയ ജാതി തീണ്ടായ്മ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പം ആ ജാതി വ്യവസ്ഥയിലുള്ള വ്യത്യാസം അപ്പൊ അത്തരം ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകുമ്പോൾ ഒരു അട്രാക്ഷൻ അവർക്ക് ഇല്ലായിരുന്നു അവിടെ. എല്ലാരും തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാകും പോലെ 90% പേരാകുമ്പോൾ അവർക്ക് മറ്റ് ഈ മണത്തെ ഈ തീണ്ടലും തൊടിയിലും അങ്ങനെയുള്ള ഐക്യ വ്യവസ്ഥ അവിടെ ഇല്ലായിരുന്നു മണ്ഡലത്തിൽ. അതും അതിൽ പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു അവിടെ ഒരിക്കൽ സന്ദർശിക്കാൻ വന്നപ്പോൾ എന്തുകൊണ്ട് മതം മാറിയില്ല എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരങ്ങളിൽ ഒന്നിതായിരുന്നു. രണ്ടാമത്തെ ഉത്തരം അവിടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല, നാളികേരം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, മത്സ്യസമ്പത്ത് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടും ഒരു പരാമർശം ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. അല്ല, അതൊരു സാധ്യതയായിരിക്കാം. പുള്ളി അത് പഠിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ അതൊരു സാധ്യതയുണ്ട്. വെച്ചാൽ അവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ എന്റെ ഗവൺമെന്റിൽ വീട്ടിൽ അച്ഛനൊക്കെ സന്ധ്യക്ക് വരുമ്പോൾ പോലും അന്ന് കുറച്ച് ഓലച്ചൂട്ടെടുത്ത് കിട്ടിയിട്ട് ഒറ്റാലെന്ന് പറഞ്ഞ സാധനമുണ്ട്. അതുമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കിലോമീറ്റർ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കരിമീനും മീനുമായിട്ട് വന്ന് അതിൽ തന്നെ ശ്രമിച്ച് കഴിക്കാവുന്ന. അപ്പൊ മത്സ്യവും ചീനിയും മറ്റും എല്ലാം തന്നെ നെല്ലും എല്ലാം ഉണ്ട്. 10-3 ഏക്കർ നെൽകൃഷി ചെയ്യും. അപ്പൊ അതൊരു മത്സ്യം പിടിച്ച് വൈകുന്നേരം ചന്തയെ കൊണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാനും ഒക്കെ അങ്ങനെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതൊരു മതപരിവർത്തനത്തിന് ഇതൊരു അട്രാക്ഷൻ ആയിരുന്നു ഇരിക്കില്ല. പിന്നെ ആ ശിവഗിരി പോലീസ് കയറിയ സംഭവം അവിടെ ഒന്നും ചലനം ഉണ്ടാക്കിയില്ല എന്ന് ബിനോട്ടൻ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അതെ, ഈഴവ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഒരു SNDP ഒക്കെ ഉണ്ട്, ശാഖയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വലിയ ആ ഒരു ഇപ്പോഴും ഈ ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടായപ്പോഴും ഇപ്പോഴും അവിടെ LDF സ്ഥാനാർത്ഥി 225-230 വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥിതി. ആ ഒരു ടോട്ടൽ ചേഞ്ച് ഇവിടെ ഉണ്ടായില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് കരുനാഗപ്പള്ളിയൊക്കെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയ മാറ്റമാണല്ലോ ഉണ്ടായിരിക്കുന്നത് BJPക്ക് അനുകൂലമായിട്ട്. പക്ഷെ അതിവിടെ പ്രതിഫലിച്ചില്ല. അല്ല, ഞാനൊന്ന് കൂടിച്ചേർക്കാൻ ശ്രമിച്ചതേ കാര്യം ഈ ശിവഗിരിയിൽ പോലീസ് കയറി എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും വ്യാപകമായ പ്രതിഷേധം ഉണ്ടായപ്പോ ഈ 95% ഈഴവ കമ്മ്യൂണിറ്റി അല്ല ഈ മൺട്രോത്തുരുത്തിൽ അതിനൊരു ചലനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അത് അന്ന് CPM അനുഭാവികളാണല്ലോ. അതെ 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 അതെ. അല്ല, ഇത് ഈ പിന്നെ ഇപ്പോഴുള്ള ഈ താങ്കൾ ആദ്യം ഈ ഡോക്ടർ ധന സുമോദ് പറയുകയുണ്ടായി ഈ മത്സ്യബന്ധന മേഖലയിൽ വലിയ പ്രശ്നമുണ്ടോ? കാര്യം വെച്ചാൽ അതിന്റെ ഓരുവെള്ളം അല്ലെ, ഈ ജലത്തിലെ ഉപ്പിന്റെ അംശം ഉള്ളത് കാരണം ഈ ഫ്രഷ് വാട്ടർ അവിടെയുള്ള ശുദ്ധജല മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞു എന്നൊക്കെ പറയുണ്ടായി അല്ലേ? ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥ എന്താണ്? ശരിയായിട്ട് അതൊരല്പം സയൻസ് ആണ് സാർ ചേർന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കലണ്ടർ റിവർ ഒഴുക്കി കൊണ്ടുവന്നിരുന്ന ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ ഫുൾഡ് ആണ്, അതായത് വളങ്ങളുള്ള വെള്ളമാണ്. അത് ഈ അഷ്ടമുടി കായലിൽ വരുമ്പോൾ അഷ്ടമുടി കായലിലെ ഓരോന്നായിട്ട് ചേർന്നിട്ട് ഓരോന്ന് ഉപ്പിന്റെ അളവ് കുറയുകയും ഈ ന്യൂട്രിയന്റ് ഉള്ളത് കാരണം സസ്യജന്തു പ്ലവങ്ങൾ ആൽഗേസും സൂപ്ലാങ്ക്ടൺസും ഈ ജീവനുള്ള സൂപ്ലാങ്ക്ടൺസും അതേപോലെ ഈ ആൽഗേസും ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ മത്സ്യത്തിന്റെ പ്രത്യേകിച്ച് ബേബി ഫുഡ് പോലെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഒരു വലിയ ആഹാരമാണ്. അപ്പൊ കടലില് മുട്ടയിട്ട് വിരിയുന്ന പല ചെമ്മീനുകളുടെയും ഈ കുറഞ്ഞ ലവണാംശത്തിൽ ജീവിക്കുന്നതാണ് ആദ്യ ചക്രവും. അപ്പൊ അത് ഇവിടെ വന്ന് ഈ ഭക്ഷണം കിട്ടുന്ന ഇഷ്ടംപോലെ കയറി വരുമായിരുന്നു. അതായത് ഒരു 10-12 വർഷം എനിക്കൊക്കെ ഓർമ്മയുണ്ട്. പോകുന്ന കഷ്ടപടി കായലിൽ പോയ വള്ളങ്ങൾ ചെമ്മീൻ കൊണ്ട് നിറഞ്ഞിട്ട് വള്ളം മുങ്ങിപ്പോയിരിക്കാനായിട്ട് ചെമ്മീൻ നീക്കി കളഞ്ഞിട്ട് കൊണ്ടുവന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഈ കല്ലടയാറ്റിൽ നിന്ന് ഒഴുക്കിക്കൊണ്ടുവന്ന ഡാം കെട്ടിയതോടുകൂടി വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു, അത് ന്യൂട്രിയൻ ഫ്രഷ് വാട്ടർ വരുന്ന കുറഞ്ഞു. അതുപോലെ കടലിലെ ജലം അധികവുമായി. അപ്പൊ ഈ സൂപ്ലാങ്ക്ടൺസും പ്ലാങ്ക്ടൺസും ഒക്കെ ഇല്ലാതായി. അപ്പൊ വന്നപ്പോഴത്തേക്ക് കടല് സമാനം, ഞാൻ നേരത്തെ ശ്രീ ധനതോമം സൂചിപ്പിച്ചു, ഇഷ്ടംപോലെ അയല അതേപോലെ കടൽ മത്സ്യങ്ങൾ ധാരാളമായി ലഭ്യമാണ്. ചാളയൊക്കെ കായലിൽ ലഭ്യമാണ്. അപ്പൊ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, മത്സ്യത്തിന്റെ ലഭ്യത ഇന്ന് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയാനായിട്ട് വിരലിലെണ്ണാവുന്നവർ മാത്രമായി ചുരുങ്ങി. അവർക്ക് തന്നെ ഉപജീവന മാർഗമായി പൂർണ്ണമായിട്ടും അത് പറ്റത്തുമില്ല. മത്സ്യബന്ധനം ഇല്ലാതായി, കാരണം മത്സ്യം ലഭിക്കാതായി. അവിടെയാണ് ഞാൻ നേരത്തെ എന്റെ അച്ഛനൊക്കെ എന്റെ മുന്നിൽ അല്ലെങ്കിൽ ഞാനൊക്കെ കുടവായിട്ട് പോകും മീൻ എടുക്കാനായിട്ട്. ഒരു വൈകുന്നേരം ഒരു സന്ധ്യാകുന്ന ചൂട്ട് കത്തിച്ചിട്ട്, അന്ന് ടോർച്ചൊന്നും ഇല്ലല്ലോ, വളരെ അപൂർവം. ടോർച്ചൊക്കെ അലങ്കാരമാണല്ലോ. ഈ ഓലച്ചൂട്ട് കത്തിച്ചിട്ട് ഒറ്റാൽ വെച്ചിട്ട് പെട്ടെന്ന് 1/2 മണിക്കൂറിന്റെ ആവശ്യത്തിന് അധികവും മീൻ പിടിക്കാം. അന്ന് ഫ്രിഡ്ജും ഇല്ല, കാരണം
ഒരു ദിവസത്തെ കറിക്കൊക്കെ പറ്റും. ഉം, ഉം, ഉം. അങ്ങനെ മത്സ്യം ഇല്ലാതായി തീർക്കുന്നു. ആവാസ വ്യവസ്ഥയിൽ ഈ ആഗോളതാപനത്തിന്റെ ഒരു ഫലമായിട്ട് അതും ഒരു വലിയ ഘടകമായി മാറി. ഈ മത്സ്യങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഒരു വെള്ളം കേറുമ്പോ ജലസ്രോതസ്സുകളെല്ലാം ഉപ്പുമയമാവും. അപ്പൊ കുടിവെള്ളത്തിനും പ്രശ്നം വരില്ലേ? അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നോ? ഈ ജനങ്ങൾ ഒഴിഞ്ഞു പോകാൻ അതൊരു കാരണമായോ? അല്ല, കുടിവെള്ളം ശരിക്കും പറഞ്ഞാൽ ആദ്യമേ തൊട്ട് പണ്ട് ശാസ്താംകോട്ട് കുറച്ച് ശാസ്താംകോട്ടെ ആദ്യം 2-3 കുന്നുകളുണ്ട് മൺറോത്തുരുത്തിൽ. പെരുങ്ങാലം കുന്ന്, മറ്റേ വില്ലിമംഗലം കുന്ന്, പേഴന്തുരുത്ത്, ഈ നീറ്റുംതുരുത്ത്. ഈ കുന്നുകളിലുള്ള കിണറുകളെയാണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ ആശ്രയിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ ശാസ്താംകോട്ട കായലിൽ നിന്നുള്ള സപ്ലൈ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത ഒരു 10 വർഷം മുമ്പ് അത് നിന്ന് കഴിഞ്ഞാൽ എല്ലാം ട്യൂബെല്ലാണ് സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് കുടിവെള്ളത്തിന് ക്ഷാമം ഇല്ല അവിടെ. ട്യൂബെല്ലുകൾ ഇഷ്ടംപോലെ കുടിച്ചിട്ട്. ഉം, ഉം, ഉം. ഈ ഞാനൊരു ട്യൂബെല്ലില് കാര്യം കൂടി ഈ ശുദ്ധജലം കുടിവെള്ളത്തിൽ കിട്ടും നിന്ന് അല്ലേ? മാം ചോദിച്ചപ്പോ പറയാം. ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതിനകത്ത് ഈ ഡോക്യുമെന്ററിയില് ബിനോട്ടിനൊക്കെ അറിയാം, ഏറ്റവും മനോഹരമായ എന്നാലൊരു വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വിഷ്വലാണെന്ന്. അതായത് ഈ പൈപ്പ്, കുടിവെള്ള പൈപ്പ്, അതിന്റെ മുകളിൽ വെള്ളം വന്നിട്ട് വേറൊരു ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പ് എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് ആ വെള്ളത്തിനടിയിൽ നിന്നും ശുദ്ധ വെള്ളം എടുത്ത് കുടത്തിലേക്ക് എടുക്കുന്ന സ്ത്രീകളുണ്ട്. അത് അങ്ങനെ ഒരു വിഷ്വല് ആ ഒരു കുടിവെള്ളത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം കാണിക്കുന്ന ഒരു ഡോക്യുമെന്ററികളുണ്ട്. ഉം, ഉം, ഉം. ഈ ഒരു പിന്നെ തുരുത്ത് പറയാം. മുങ്ങുന്നു എന്നല്ലേ പറയുന്നത്? ഇപ്പോ ഇവിടെ കൊച്ചി കായലില് ഒരു പുതുവൈപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് കായൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ കൊച്ചിയുടെ കടലെടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മളുടെ ചെറായി ദ്വീപ് സമൂഹത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ബീച്ചെല്ലാം പല കാലവർഷം വരുമ്പോഴൊക്കെ അത് കടലെടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ളൊരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസമാണോ ഇത്? അല്ല, അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇത് ശരിക്കും ഇന്നിപ്പോ ഞാൻ ന്യൂനപക്ഷ നമ്മുടെ ഈ മത്സ്യത്തിന്റെ ചാർജ് കൂടിയുള്ള ജോർജ് കുര്യന്റെ ഒരു പരിപാടി ഉണ്ട്, നമ്മുടെ ഒരു മീറ്റ് ദ പ്രസ്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഇതൊരു കടൽ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ നമ്മൾ കുഴിക്കുക, അല്ലെങ്കിൽ ഖനനം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കടൽ ഭിത്തി കെട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം അതിനോട് ചിലപ്പോ കിലോമീറ്ററുകൾ ഇപ്പുറത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ പുതുവൈപ്പിന്റെ ഒരു പ്രശ്നം കൂടി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു കടലിന്റെ ഈ മുതലപ്പൊഴി, അതിന്റെ അന്നത്തെ ഒരു കണക്ക് കൂട്ടലിന് മൊത്തം പാളിപ്പോയി. അതുകൊണ്ടാണ് ഈ അവിടെ നിന്നുള്ള ആളുകള് മുതലപ്പൊഴി ഭയങ്കര അപകടകരമായി മത്സ്യത്തൊഴിലാളികൾ മരിക്കുകയും ചെയ്തത്. കടലിന്റെ ചൂട് കൂടിയതും ഉള്ളത് ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ നമുക്ക് കേവലം ഒരു കാര്യത്തിൽ ഒരു വിഷയം ഇന്നതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത്. അതേസമയം ഈ പറഞ്ഞ പോലെ തന്നെ ഈ എക്കല് നേരത്തെ സ്ഥിരം ഈ അവസാദങ്ങൾ അടിഞ്ഞ് കൂടി അത് ഉണ്ടായിരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നീരൊഴുക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു എക്കലടിയലും ഒക്കെ ഉണ്ടായിരുന്നു. അതില്ലാതായി പോയതോടുകൂടി ഈ ഭൂമി, അതായിരുന്നു ഭൂമിയിൽ ഉറപ്പിച്ചിട്ടിരുന്നത്. അതിങ്ങനെ പതുക്കെ അതിന്റെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് കൂട്ടി ആ ഒരു തിട്ടയായിട്ട് വരികയായിരുന്നു. അതില്ലാതായതോടുകൂടിയാണ് ഇത് പിന്നീട് ഈ ഭൂമി താഴ്ന്നു പോകുന്നതും വീടുകൾക്ക് അതുപോലെ ഉറപ്പില്ലാതായി പോകുന്നതും തെങ്ങ് പോലും താഴ്ന്നു പോകുന്ന ഒരു രീതിയിലേക്ക് ഉണ്ടായെന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അല്ല, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു എത്ര വർഷം കൂടെ ബാക്കിയുള്ളവർക്ക് കൂടെ താമസിക്കാൻ പറ്റും? എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള കണക്കുണ്ടോ? ഇതിപ്പോ ഇങ്ങനെ പോയാൽ ഇപ്പോ അവിടെ മാത്രമല്ല, ഒരു കേരളത്തിന്റെ ഒരു മൊത്തത്തിലൊരു പ്രദേശം എടുത്താൽ പോലും ഒരു 2050-അപ്പുറത്തേക്കൊന്നും അതൊരു പല ഭാഗങ്ങളും 50 മുങ്ങും, വൈപ്പൻ ദ്വീപ് സമൂഹങ്ങൾ മുഴുവൻ മുങ്ങും എന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനെ ഓരോ ഇഞ്ചായിട്ടാണ് അതിന്റെ ഒരു പതുക്കെ ഒരു സ്ലോ ഡെത്ത് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ സുനാമി സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഈ ദ്വീപിന്? സുനാമിയുടെ ഒരു ആ സമയത്ത് സുനാമിക്ക് ശേഷമാണ്, അത് ബിനോട്ടിന് കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്യാൻ പറ്റും. സുനാമിക്ക് ശേഷമാണ് ഇത്രയും നേരത്തെ വേലിയേറ്റം, ഇത്രയും വെള്ളം വരികയും അത് ഈ മണിക്കൂറുകൾ കൂടുതൽ നിൽക്കാൻ തുടങ്ങുകയും ചെയ്തത്. നേരത്തെ ഒരു സ്വാഭാവിക ഒരു പ്രക്രിയയായി മാറിക്കൊണ്ടിരുന്നത് വെള്ളം കൂടുതൽ സമയം നിലനിൽക്കാൻ തുടങ്ങിയത് ഈ സുനാമി വന്നതിന് ശേഷമാണ്.
അത് യഥാർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള വിശദമായിട്ടൊരു പഠനം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പല IIT-കളും ഇതുമായിട്ട് കുറെ പഠിപ്പിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറെ സ്റ്റഡീസും ഒക്കെ ചെയ്തെങ്കിൽ പോലും അതിന്റെ ഒരു 360 ഡയമെൻഷനുള്ള ഒരു സ്റ്റഡി ഇതുവരെ നടന്നിട്ടില്ല. ബിനുവേട്ടന് അതിന് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ടാണ്. അദ്ദേഹം മറുപടി പറയാൻ എത്തും എന്ന് വിചാരിക്കാം. ശ്രീ ധനസുമോദ്, ഇപ്പോ ഈ ഒരു പഠനം മൺട്രോ തുരുത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? വേറെ മറ്റ് ഇതൊന്നും ഇല്ലാതെ മൺട്രോ തുരുത്ത് കൃത്യമായിട്ട് ലക്ഷ്യമാക്കി എങ്ങനെ എത്തി? അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം, ഇതുപോലെ മറ്റ് ദ്വീപുകൾ, ഇപ്പോ നമ്മൾ പറഞ്ഞ കൊച്ചിയിലെ തന്നെ പല ദ്വീപുകളും, ആ ദ്വീപുകളെ പറ്റിയിട്ടും ഇതുപോലെ പഠിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കാരണം ഇത് സമഗ്രമായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത്തരം ഡോക്യുമെന്ററീസിനൊക്കെ അങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റാനും ഒക്കെ ഒരു സാഹചര്യം ഒരുക്കാൻ പറ്റുമല്ലോ. അല്ല, ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്, പ്രത്യേകിച്ച് കേരളത്തില്. ഇപ്പോ നെതർലൻഡ് കഴിഞ്ഞാൽ ഇതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള സ്ഥലം കുട്ടനാടാണ്. കുട്ടനാടും ഇതുപോലെ വലിയ തരത്തിലുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭീകരമായി വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. അത് കേവലം ആ വെള്ളം കയറുന്നത് മാത്രമല്ല, ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇവിടെ പൊതുവയ്പിലുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസവും ഞാൻ നമ്മുടെ ക്യാമറാമാനോട് സംസാരിച്ചതാണ്. നമുക്കിങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പാരിസ്ഥിതിക ഒരു വിഷയങ്ങളുടെ ഒരു ഡോക്യുമെന്ററി ഒരു പുതിയ രീതി ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ അതങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യം അതെന്റെ ഒരു ചിന്തയിലുണ്ട്. അത് പിന്നെ ഞാനിപ്പോ നിൽക്കുന്നതും ജോലി ചെയ്യുന്നതും ഡൽഹിയിലായതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. പക്ഷെ എങ്കിലും ലീവിനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനം തന്നെ ഒരു ഗൗരവമായിട്ട് തന്നെ ഇത് തന്നെ എടുക്കണമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും അതിനൊരു പിന്തുടർച്ച ഉണ്ടാകട്ടെ. കാര്യം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ വെറുതെ പറഞ്ഞു പോകേണ്ടതല്ലല്ലോ. നമ്മള് പിന്നെ ഏതായാലും നന്നായിട്ടുണ്ട് കേട്ടോ. കാര്യം ഒരു 2 തരത്തിലുള്ള സബ്ജക്ട് വളരെ ഗൗരവമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റി. നമ്മൾ ഈ ജയൻ മാങ്ങാടിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ 2-3 കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട്. ഈ N ശശിധരനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഉണ്ട്, അതിന്റെ പേര് മെതിയടി. അപ്പൊ അതിന്റെ ഒരു സാഹചര്യം കൂടെ ഒന്ന് പറയാമോ? മൈക്ക് മ്യൂട്ടാണ്. ഓക്കെ. ശശിമാഷ് ദീർഘകാലം കാസർഗോഡ് താമസിച്ച ഒരാളാണ്. ശശിമാഷെ തേടിയിട്ടാണ് ജോൺ അബ്രഹാം, സച്ചിദാനന്ദൻ, KGS എന്നുള്ള വളരെ പ്രമുഖരായുള്ള അന്നത്തെ മലയാളത്തിലെ എഴുത്തുകാരൊക്കെ കാസർഗോഡേക്ക് വന്നത്. ജോണിന്റെ കയ്യൂർ സിനിമ പോലും ഉണ്ടായത് ശശിമാഷുടെ അവിടെ കാടകം എന്നുള്ള സ്ഥലത്ത്, വലിയ ഒരു കാടിനകത്തുള്ള ഒരു സ്ഥലമാണത്. ആ വീട്ടിലിരുന്നാണ് ഇതിന്റെ ആലോചനകളൊക്കെ നടന്നത്. അതോടൊപ്പം തന്നെ ജോയ് മാത്യു പോലുള്ള ഇന്നത്തെ സിനിമാ നടന്മാരടക്കം അവിടെ വന്ന് തമ്പടിക്കുകയും കുറേ കാലം ഈ കയ്യൂരിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുഴുവുണ്ടായി. ഒപ്പം ഈ സച്ചിദാനന്ദന്റെ വേനൽ മഴ പോലുള്ള കവിതകളൊക്കെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഈ കാടകത്തും കാസർഗോഡൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ശശിമാഷിക്ക് കാസർഗോഡ് വിപുലമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അദ്ദേഹം ശരിക്കും കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ ജനനം. പിന്നീട് അദ്ദേഹം തലശ്ശേരിയിലാണ് ഇപ്പൊ താമസിക്കുന്നത്. ഇപ്പോ ശശിമാഷ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മനുഷ്യനാണ്. വലിയ നാടക സന്നാഹങ്ങൾ എവിടെ കൊച്ചു നാടകങ്ങൾ ഉണ്ടായാലും എത്തും. അങ്ങനെ ഞങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഒരു കൈത്താങ് പോലെയുള്ള ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ എന്ത് എഴുതിയാലും അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. വളരെ സ്നേഹം തരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരുപക്ഷെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വലിയ ഇപ്പൊ സാഹിത്യകാരന്മാരായാലും നാടകന്മാരായാലും ഇതൊന്നും അല്ലാത്തവരായിട്ടുള്ള വലിയ സൗഹൃദം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഈ ഒരു ശശിമാഷെ കുറിച്ച് ഡോക്യുമെന്ററി നമ്മുടെ ആലോചനയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ദിവസം അദ്ദേഹം തലശ്ശേരിയിൽ നിന്ന് രാത്രി എന്നെ വിളിക്കുന്നു, നാളെ ഒന്ന് കാടകത്തേക്ക് ഞാൻ പോകുന്നുണ്ട്, കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ക്യാമറയുമായിട്ട് പുറപ്പെട്ടാണ്. അപ്പൊ അന്ന് രാത്രി, അതായത് ഏകദേശം ഒരു 6 മണി തൊട്ടിട്ട് രാത്രി 12 മണി വരെ ഷൂട്ട് ചെയ്തതാണ് ആ ഡോക്യുമെന്ററി. അതായിരിക്കും ഞാൻ ചെയ്ത ഏറ്റവും മികച്ച വർക്ക്. കാരണം ഒരു 6 മണിക്കൂർ കൊണ്ട് ഒരു ഡോക്യുമെന്ററി ഉണ്ടായി. അദ്ദേഹം ആ പഴയ ജോണിന്റെ കാലത്തെ കുറിച്ചിട്ട്, അദ്ദേഹം കാടകം സ്കൂളിലേക്ക് മാഷായി വരുന്ന കാലത്ത്, അദ്ദേഹം സച്ചിദാനന്ദനുമായിട്ട് പങ്കിട്ട കാലത്ത് ആ കവിതകള് അത് മനോഹരമായി ഓർത്തെടുത്ത് ഞങ്ങൾ അന്ന് ഒരു കോഴിയെ കൊന്ന്, അതിനെ ഒരു നാടൻ കോഴി ഓടിച്ച് പിടിച്ച് അതിനെ കൊന്ന് കറി വെച്ച്, ഇതൊക്കെയാണ് ആ ഡോക്യുമെന്ററി. അത്
നന്നായിട്ട് അദ്ദേഹം വളരെ മികച്ചൊരു പാചകക്കാരനാണ്. അപ്പൊ അദ്ദേഹം പാചകം ചെയ്ത് കഴിച്ച് കുറെ കവിതകൾ ചൊല്ലുന്നു, അന്നത്തെ അനുഭവങ്ങൾ പങ്കിടുന്നു. ഇതാണ് അതിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഡോക്യുമെന്ററി ഉണ്ടായത്. അത് ശശിമാഷിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ നീ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ഒരു ഡോക്യുമെന്ററി രൂപത്തിലൊന്നും അല്ല, ഒരു ചെറിയൊരു ബയോപിക് എന്നുള്ള രൂപത്തിലാണ് അത് വന്നിരിക്കുന്നത്. അത് തലശ്ശേരിയും ശശിമാഷയുടെ ചുറ്റുവട്ടത്തിലൊക്കെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് വളരെ അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. മെതിയടി എന്നല്ല അതിന്റെ പേര്. മെതിയടി ശശിമാഷയുടെ ഒരു ആത്മകഥയുടെ പേരാണ് മെതിയടി എന്നുള്ളത്. ആ പേര് തന്നെയാണ് അതിന് കൊടുത്തത്. ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? താങ്കൾ സ്വന്തമായിട്ട് ചെയ്തതാണോ അതോ ഏതെങ്കിലും? അത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. 2 DC പുസ്തകം പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളുണ്ട്. വായനക്കാരനും പുസ്തകങ്ങളും മനുഷ്യരാണ് എന്നുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും വേണ്ടേ ജയ എന്ന് വത്സമാഷ് GV വത്സൻ എന്ന അതിന്റെ പ്രസാധക എന്നോട് ചോദിച്ചു. അപ്പോ അതിൽ നിന്നാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായത്. പക്ഷെ അത് വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രതിപാദനമല്ല, അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു കാര്യം. അതാണ് ആ ഡോക്യുമെന്ററിയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഇതിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുമ്പോ നമ്മളിപ്പോ നിയതമായിട്ടുള്ള രീതിയിലുള്ള പിന്നെ ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? ഇപ്പൊ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ആണോ പോകുന്നത്? അതോ നമ്മൾ ഒരു സാധനം പോയി ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ എന്നല്ലേ പറഞ്ഞത്? പോയി അവിടെ ചെന്നു, അത് കണ്ടിട്ട് ഇത്രയും മണിക്കൂർ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നു, അതിനുശേഷമാണോ അതിന്റെ മറ്റ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്? എങ്ങനെയാണത്? മെതിയടി മാത്രമാണ് വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അത് ഉണ്ടായിപ്പോയ ഒരു ഡോക്യുമെന്ററിയാണ്. അത് പിന്നീട് അത് അദ്ദേഹത്തിന്റെ പുസ്തക പ്രസാദനത്തിന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിരവധിയായിട്ടുള്ള കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ശശിമാഷുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് പ്രദർശിപ്പിക്കുകയുണ്ടായി. പക്ഷെ തെയ്യം പോലുള്ളത് ദീർഘകരമായിട്ട് അതിനെ പഠിക്കുകയും ഇപ്പൊ തുളുനാട്ടിലുള്ള മംഗലാപുരത്ത് പോയിട്ട് അവിടുത്തെ തുളു പ്രൊഫസർമാരോട് സംസാരിക്കുകയും മലയാളത്തിലെ നിരവധി തെയ്യക്കാരുമായിട്ട് ഇടപെട്ടതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് പൊതുവെ ഉണ്ടാവാറുള്ള ഒരു ടെക്സ്റ്റ് രൂപത്തിലേക്ക് അത് വരിക. കാരണം സാധാരണ ഡോക്യുമെന്ററിക്കൊന്നും സ്ക്രിപ്റ്റ് ഉണ്ടാവാറില്ല, ഒരു ടെക്സ്റ്റ് ആണ് ഉണ്ടാവുക. ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഷൂട്ടിംഗ് ടെക്സ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ തെയ്യവും ചെലവൂർ വേണുവൊക്കെ ഞാനല്ല ശരിക്കും അത് അതിന്റെ പിന്നിൽ എഴുതിയിരിക്കുന്നത്. കാരണം ചെലവൂർ വേണുവായിട്ട് അത്ര ഞാൻ അദ്ദേഹത്തിന്റെ വളരെ ജൂനിയറാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇടപഴകി ഒരു കോയ മുഹമ്മദിനെ പോലുള്ള, മാടി രത്നാനെ പോലുള്ള, സക്രിയെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചർച്ച ചെയ്തിട്ടാണ് അതിന്റെ ഒരു ചുറ്റുവട്ടം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കോവിഡ് കാരണം പറ്റിയിട്ടില്ല. കാരണം അതായത് കോവിഡ് കാലത്ത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചെലവൂർ വേണുവിനുണ്ടായിട്ടുണ്ട്. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം കുറഞ്ഞു വന്നു. 3 ദിവസം മാത്രമാണ് അദ്ദേഹം ഒരു അല്പമെങ്കിലും ആരോഗ്യത്തോടെ ഞങ്ങളോട് ഉണ്ടായുള്ളൂ. നിരവധി തവണത്തെ ആശുപത്രി ഭാഗം, നിരവധി സർജറി, കോവിഡ് ബാധ, ഇങ്ങനെ വളരെ കൂടുതൽ പരിക്ഷീണനായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ സ്ക്രിപ്റ്റിന്റെ പാതി ഭാഗം മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അല്ല, താങ്കളുടെ ഈ തെയ്യാട്ടം ഡോക്യുമെന്ററി 3 ഭാഷകളിലാണ് എടുത്തിട്ടുള്ളത്. ഈ തെയ്യങ്ങൾ അത് കർണാടകം മുതൽ ഇങ്ങോട്ട് വടകര വരെയുള്ള ആ ഭാഗങ്ങളിലെ തെയ്യങ്ങളുടെ ജീവിതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുരാവൃത്തമാണ്, ചരിത്രമാണ്, ഐതിഹ്യമാണ് അതിൽ പരാമർശിക്കുന്നത്. ഈ ഭാഷ എന്താണ് അതിൻ്റെ? സത്യം പറഞ്ഞാൽ ഈ കർണാടകത്തിലൊക്കെ ഇപ്പോൾ അവിടെ തെയ്യങ്ങളുണ്ട്, അവരുപയോഗിക്കുന്ന ഭാഷ എന്താണ്? ഹലോ ജയൻ മാങ്ങടക, മൈക്ക് ഓഫ് ആയിപ്പോയി. ഈ തെയ്യം അതായത് ഏകദേശം കുന്താപുരം തൊട്ടിട്ട് വടകര വരെയാണ് ഈ തെയ്യത്തിന്റെ പ്രജന ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോ ഈ കർണാടകയിലെ തെയ്യങ്ങൾ എന്ന് സാധാരണ പറയാറില്ല, തുളുത്തെയ്യങ്ങൾ എന്നാണ് പറയാറ്. കന്നഡ ഭാഷ തെയ്യങ്ങൾ ഉപയോഗിക്കാറില്ല, തുളു ഭാഷയാണ് ഉപയോഗിക്കുക. തുളു ഭാഷ എന്നത് കുന്താപുരം തൊട്ടിട്ട് കാസർഗോഡ് വരെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അതിന് ലിപി ഒക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ലിപി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ അടക്കാപ്പട്ടന്മാർ കുറെ കാലം ഈ പുസ്തകങ്ങളൊക്കെ ഒളിപ്പിച്ചു വച്ചാണ്. പിന്നീട് പുണിഞ്ചിത്തായ എന്നൊരു ചരിത്രാധ്യാപകൻ അതിൽ തുളു പുസ്തകങ്ങളൊക്കെ കണ്ടെത്തി. ഇപ്പോൾ തുളുവിൽ പത്രങ്ങളുണ്ട്, ഒരുപാട് സിനിമകൾ വന്നു, ഡോക്യുമെന്ററികൾ വന്നു. തുളു വളരെ പ്രബലമായിട്ടുള്ള ഒരു ഭാഷയാണ്. അപ്പോൾ ഭാഷയുടെ ഭാഷാവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളു അതിന്റെ വേരായിട്ട് നിൽക്കും. ഇപ്പൊ ചന്തമിഴ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇതൊക്കെ വന്നതിന് ശേഷം അതിന്റെ വേരായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ
ഈ തുളുനാട് എന്ന് പറഞ്ഞ ഒരു വളരെ വലിയൊരു ദേശമാണ്. അപ്പൊ ആ ദേശത്തിലുള്ള നിരവധി തെയ്യങ്ങളുണ്ട് തുളു ഭാഷയിൽ. അതിനെ ഭൂത എന്നാണ് അവർ പറയാ. സത്യദൈവ ഭൂത എന്നാണ് പറയാ. അതിന്റെ ഭാഷ തുളുവാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്തെ തെയ്യങ്ങളെ കുറിച്ചിട്ടല്ല തുളുവിലെടുത്തത്. മലയാളം സംസാരിക്കുന്ന തെയ്യങ്ങളെ തുളുക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തുളു ഭാഷയിൽ അതുണ്ടായിട്ടുള്ളത്. ഇംഗ്ലീഷ് ഇത് നമ്മൾ കുറച്ചും കൂടി നാഷണൽ ജിയോഗ്രാഫിക് ലെവലിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അത് മലയാളത്തിന്റെ പരിഭാഷ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതായത് വോയിസ് ഓവറും പിന്നെ കുറച്ച് സബ് ടൈറ്റിലും മാത്രമാണ് ഇംഗ്ലീഷിലുള്ളത്. ബാക്കിയൊക്കെ മലയാളമാണ് അതിന്റെ ഭാഷ. ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സർ, ഇതില് ശ്രീ ടി കെ സുജിത്ത്, അദ്ദേഹം ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറി ആണ്. അപ്പൊ ശ്രീ ധനസുമോദ് ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ്. അദ്ദേഹത്തിനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് ക്ഷണം അയച്ചിട്ടുണ്ട്. കുറെ പേരെ കാണുന്നുണ്ട്. വിനയകുമാർ, ബി സുജ, ശ്രീജ, മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര, ആഷിഖ്, സുരേഷ് നെല്ലിക്കോടും സാധാരണഗതിയിൽ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. അദ്ദേഹത്തെയും ഞാൻ ക്ഷണിക്കുന്നു. സുരേഷ് എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ധനസുമോദ് എന്ന പേര് ഞാൻ കേട്ടിട്ടുള്ളത് ചാനൽ വഴികളിലൂടെ ആവാം. അദ്ദേഹത്തിന്റെ ഈ ഡോക്യുമെന്ററി കാണാൻ കഴിഞ്ഞിട്ടില്ല. മൺട്രോ തുരുത്തിനെ കുറിച്ചിട്ടുള്ളത് ഒരു ഫീച്ചർ ഫിലിം ഉണ്ടായിരുന്നു. മൺട്രോ തുരുത്ത് എന്ന പേരിൽ PS മനു സംവിധാനം ചെയ്ത ഒരു സിനിമ. ഒരിക്കൽ IFFKയിൽ അത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം യാത്രകളിൽ കടന്നു പോകുന്ന ഒരു സ്ഥലം മാത്രമാണ് ഇപ്പോൾ അത്. അപ്പൊ ധനസുമോദിനെയും ബിനു കരുണാകരനെയും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ ജയനിലേക്ക് വന്നു കഴിഞ്ഞാല്, ജയൻ മാങ്ങാട് അടുത്ത സുഹൃത്താണ്. ജയന്റെ തെയ്യം ഡോക്യുമെന്ററി കുറെയൊക്കെ കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ കാണുന്ന കാഴ്ചകൾക്കും അപ്പുറം കാണുന്ന ഒരാള് എന്ന രീതിയിലാണ് ആദ്യമായിട്ട് ജയൻ എനിക്ക് അനുഭവമാകുന്നത്. അതുകൊണ്ട് തന്നെ ജയന്റെ കാഴ്ചകളും എഴുത്തുകളും എല്ലാം വ്യത്യസ്തങ്ങളാണ്. നമ്മൾ എത്ര നോക്കിയാലും കാണാത്ത കാഴ്ചകൾ തുരന്നും പിഴിഞ്ഞും എടുക്കുന്ന ആളാണ് ജയൻ. അതിനൊക്കെ തന്നെ വളരെ അടിസ്ഥാനപരമായ ചരിത്രത്തിന്റെ പിൻബലമുണ്ട് താനും. കഴിഞ്ഞ വെക്കേഷനിൽ, കഴിഞ്ഞ ജനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ കണ്ണൂരിലെ മുണ്ടനാട് എന്ന സ്ഥലത്ത് തെയ്യം കാണാൻ പോയിരുന്നു. അപ്പൊ അവിടേക്ക് ജനങ്ങൾ പോകുന്ന ഇടവഴികളിൽ ഒന്നില് ശിവസേനയുടെ ഒരു ബാനർ കണ്ടിരുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ജയൻ പറഞ്ഞ ഈ തെയ്യങ്ങളുടെ ചരിത്രത്തെ റാഞ്ചി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഉദാഹരണമായിട്ട് എനിക്കത് തോന്നി. അതായത് നമ്മുടെ കാവുകളെ ക്ഷേത്രങ്ങളാക്കി ഈ മിത്തുകൾക്ക് അതിപ്രാധാന്യമൊക്കെ കൊടുത്ത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം പോലെ. അതുകൊണ്ടാണ് നാം ജയന്റെ തെയ്യങ്ങളെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നത് തന്നെ. അപ്പം എല്ലാവരെയും കേൾക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ദൃശ്യ സാക്ഷ്യത്തിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. നന്ദി. നമസ്കാരം. അവിടെ എത്ര മണി ഇപ്പം? ഇവിടെ 11 മണിയായി രാവിലെ. അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് 11 മണി. സന്തോഷം സുരേഷ്. നമ്മൾ മൺട്രോ തുരുത്ത് എന്നുള്ള സിനിമ ഒന്നിച്ചായിരുന്നാണ് കണ്ടത്. അതെ. ഞാൻ അവസാനമായിട്ടൊരു ചെറിയൊരു കാര്യം തെയ്യത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ തെയ്യത്തിൽ പൊട്ടനേക്കാളും മറ്റുള്ള തെയ്യങ്ങളെക്കാളെല്ലാം വളരെ പ്രബലമായ ഒരു തെയ്യമാണ് ഈ വയനാട്ട് കുലവൻ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ തീയ സമുദായത്തിന്റെ കുലദൈവമാണ്. അപ്പോൾ ആരാണ് കുലവെന്ന്, എന്താണ് തെയ്യം എന്ന് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണിത്. കാരണം വേട സമൂഹത്തിൽപ്പെട്ട ഒരു ആദിവാസിയാണ് ഈ കുലവൻ. അപ്പോൾ വയനാട്ടിൽ നിന്ന് ജന്മികളോട് എതിരിട്ടിട്ട് ആദിവാസികളെ സംരക്ഷിച്ച് ഈ കാസർഗോട്ടേക്ക് അല്ലെങ്കിൽ കണ്ണൂർ വഴി പലായനം ചെയ്ത ഒരു വലിയൊരു ഗോത്രനായകനാണ് ഈ കാസർഗോഡ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ സാധാരണ തീയ സമുദായത്തെ കാർഷിക വൃത്തിയുടെ സന്ദേശങ്ങൾ പഠിപ്പിച്ചിട്ട് കർഷകരാക്കി മാറ്റിയാണ്. അപ്പൊ ഒരു രാഷ്ട്രീയ അവബോധം ഈ ആൾക്കാരിൽ ഉണ്ട്. അപ്പൊ ഈ കുലവന്റെ വരുന്ന സമയത്ത്, അധിനിവേശ കാലത്ത്, ഈ തീയ സമുദായത്തിലെ ഈ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആണുങ്ങൾക്ക് ഈ മുട്ടിന് താഴെ മുണ്ടുടുക്കാൻ പാടില്ലായിരുന്നു. രാമായണമോ മഹാഭാരതമോ എന്നുള്ള പുസ്തകങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അത് പുസ്തകങ്ങളൊന്നും വായിക്കാൻ പാടില്ലായിരുന്നു. അപ്പോ രാമായണം വായിച്ചൊരു തീയ സ്ത്രീയെ ഈ
ഈ കുലവൻ മോചിപ്പിക്കുന്നുണ്ട്. അത് തോട്ടുങ്കര ഭഗവതി എന്ന് പറഞ്ഞ ഒരു തെയ്യമുണ്ട് ഇവിടെ ഈ നാട്ടില്. തോട്ടുങ്കര ഭഗവതി എന്ന് വെച്ചാൽ ഈ 9 മക്കളെ നൊന്തുപേറ്റിട്ട് അതിൽ ഒന്നിനു പോലും ജീവനോടെ കിട്ടാത്ത ഒരു അമ്മയാണ്. 10ാമത്തെ ഗർഭം ധരിക്കുമ്പോൾ അവർ ഈ നെഞ്ചിലെ ഒരു മൺകലം കെട്ടിയിട്ട് അതിൽ നെന്മണികൾ ഇട്ടിട്ടാണ് ഈ രാമായണം വായിക്കുക. കാരണം ഈ അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു സൂചനയാണ്. അതിന്റെ ഒരു മനോവേദനയുടെ ചൂട് കൊണ്ട് ആ തോറ്റത്തിൽ പറയാണ് ആ നെല്ലൊക്കെ മലരായി പോവാണെന്ന്. അപ്പൊ അതുവഴി ഒരു മഞ്ചലിൽ ഇങ്ങനെ പോയ അവിടുത്തെ തമ്പുരാൻ, ഒരു ജന്മി, ആരാണ് ഈ രാമായണം വായിക്കുന്നത്? അങ്ങനെ സ്ത്രീകളൊന്നും രാമായണം വായിക്കുന്ന പതിവില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു തീയ സ്ത്രീയാണെന്ന് അറിഞ്ഞപ്പോ ഈ തമ്പുരാൻ അവരെ അടിച്ചോടിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഓടുമ്പോ അവർ ഈ കാലിടറി തോട്ടിൽ വീണ് മരിച്ചു. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായ സ്ത്രീയാണ് പിന്നീട് തോട്ടിൻകര ഭഗവതിയായിട്ട് മാറുന്നത്. ആ സ്ത്രീക്ക് ഒരു മോക്ഷം കൊടുക്കുന്നവര്, മോക്ഷം എന്നൊക്കെ സാധാരണ ഒരു വാക്കല്ല അത്, അവരൊരു തെയ്യമായി തോറ്റിയെടുത്ത ഒരാളാണ് കുലവൻ. അപ്പൊ കുലവൻ, നിങ്ങൾ പറയുന്ന ഒരു പ്രകൃതി സന്ദേശമുണ്ട്, അരിഞ്ഞു കുടിക്കല്ലേ, കറന്നു കുടിക്കാനാ പറയുന്നത്. അരിഞ്ഞു കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രകൃതി സന്ദേശമാണ്. ഇതാണ് സാധാരണ തെയ്യം. ഇങ്ങനെ മരിച്ചുപോയവര്, പീഡിക്കപ്പെട്ടവര്, ഇവരൊക്കെയാണ് തെയ്യങ്ങൾ. അതായത് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആകാശത്തിലേക്ക് ഉയർത്തിയവരല്ല തെയ്യങ്ങൾ. അത് മനുഷ്യർ തന്നെയാണ്. മരിച്ചുപോയ ദുരന്തം നേരിട്ട ആൾക്കാരാണ് തെയ്യങ്ങൾ. ഇത് ഇങ്ങനെ തന്നെ നോക്കിക്കാണാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. നന്ദി, നമസ്കാരം. ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാൻ താഴെ ഒത്തിരി പേരുണ്ട്. ശ്രീ TK സുജിത്ത് ഉൾപ്പെടെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം മുന്നോട്ട് വരും. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ വരട്ടെ. കുറച്ചും കൂടി ചർച്ച ഉണ്ടാകട്ടെ അല്ലേ? കുറച്ച് നേരം ഇരിക്കാമല്ലോ ശ്രീ ജയൻ? കുറച്ച് സമയം കൂടി ഇരിക്കാം. കുറച്ച് സമയം കൂടി ഇരിക്കാം. ഇനി പുതിയ ഈ ജയന്റെയും ഓക്കെ ആഷിഖ് വന്നു. ജയന്റെ ഇപ്പൊ പുതിയ ഡോക്യുമെന്ററികൾ വരുന്നുണ്ടോ ഇനിയും? ഞാന് ഈ വർഷത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട്. അപ്പോ 1-2 മാസമായിട്ട് ഇതിന്റെ പിന്നാലെ പോവാണ്. ഏതാണ്ട് 300 ഡോക്യുമെന്ററികൾ കാണേണ്ട അവസ്ഥ ഉണ്ടായി. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പൊ ഞാൻ കുറെ സിനിമകളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് അടുത്ത ഡോക്യുമെന്ററി. അത് ഏതാണ്ട് ഷൂട്ടിംഗ് പൂർത്തിയായി. അപ്പൊ അത് ബയോഡൈവേഴ്സിറ്റി ഞാൻ കേരളത്തിന്റെ മൊത്തമല്ല, ഞാൻ ഒരു പ്രദേശത്തെ മാത്രം എടുത്തിട്ട്, അതായത് കാഞ്ഞങ്ങാടിനടുത്തുള്ള അജാനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മാത്രം എടുത്തിട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയാണ് നോക്കുക. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് ഈ വെള്ളവരൻ കടൽ പരുന്ത് എന്ന് പറഞ്ഞിട്ടൊരു പരുന്തുണ്ട്. അത് ഇവിടെയും കൊങ്കണിൽ മാത്രമേ ഉള്ളൂ. ആ പക്ഷി വളരെ ഉയരത്തിൽ മാത്രം കൂടുവെക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പൊ ഇത് കാസർഗോഡ് ജില്ലയിലെ 2-3 സ്ഥലത്ത് മാത്രമേ ഇതിപ്പോ കാണാനുള്ളൂ. കാരണം കേരളത്തിലെ വലിയ ഉയരമുള്ള മരങ്ങളൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ നമ്മുടെ ഇവിടെ കാറ്റാടി മരങ്ങൾ എന്ന് പറയുന്ന ഒരു മരമുണ്ട് കടൽ തീരത്ത്. അത് വളരെ ഉയർന്നതാണ്. അപ്പൊ അതിന്റെ മുകളിൽ 1-2 പക്ഷികൾ ഇപ്പൊ കാണുന്നുണ്ട്. അതാണ് ആ പക്ഷി കടലിൽ പോയിട്ട് വലിയ പാമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അത് ഭക്ഷിക്കുക. വലിയ പക്ഷിയാണ്, വലിയ കൂടൊക്കെ ഉള്ള ഒരു പക്ഷിയാണ്. ആ പക്ഷിയെ വളരെ ആയാസപ്പെട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബയോബാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുപ്പിമരം എന്നുള്ളത് ഇവിടെയും തലശ്ശേരിയും മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതൊരു ആഫ്രിക്കൻ മരമാണ്. അത് ബയോബാബ്, ഒരു കുപ്പിയുടെ ആകൃതിയിലാണ്. ബയോബാബ് കുപ്പിയുടെ ആകൃതിയിലാണ് ആ മരം ഉള്ളത്. അത് ഏകദേശം 2000 വർഷ പഴക്കമുണ്ട്. ഏകദേശം മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പക്ഷെ ആഫ്രിക്കയിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് ഒഴുകി വന്ന മരത്തടി ഇവിടെ. അപ്പൊ ഈ സ്ഥലമുള്ളൊക്കെ കടലായിരിക്കണം. അതൊരു അപൂർവ മരമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഉള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഡോക്യുമെന്ററിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പഞ്ചായത്തും അതുപോലെ തന്നെ കേരള ജലവൈവിധ്യ ബോർഡ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. ധനസുമോദിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് നിരവധി ചാനലുകളിൽ പ്രവർത്തിച്ച ആളാണല്ലോ. ഇപ്പൊ ഇന്ത്യ വിഷൻ തൊട്ട് ഇപ്പോ പ്രവർത്തിക്കുന്ന മീഡിയ വൺ. അപ്പൊ ഈ ചാനലുകൾ വഴിയായിട്ട് ഇത്തരം ഡോക്യുമെന്ററികൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ.
വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ചാനലുകൾ വഴിയായിട്ടല്ലേ ജനം കാണേണ്ടത്. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് വേറെ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കുമ്പോഴും അത് ജനത്തിലേക്ക് എത്തുന്നില്ലല്ലോ. അത് ഒന്ന് മറുപടി പറയാമോ? ഇപ്പൊ കൈരളി ചാനലിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്ത ഈ തെയ്യം ശ്രീ ജയൻ പറയാൻ ശ്രമിച്ച കാര്യം പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയോ എന്നുള്ളത് നമുക്കിപ്പോഴും സംശയമാണ്. മൺട്രോ തുരുത്ത് പോലെ പാരിസ്ഥിതികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യമാണ് നമ്മൾ ചുറ്റും പറയുന്നത്. പക്ഷെ ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്ന ഒരു ഡോക്യുമെന്ററി മീഡിയ വണ്ണോ മറ്റേതെങ്കിലും ചാനലുകളോ എന്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നില്ല? അതൊരു മാം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതൊരു മീഡിയ ഒരു ആത്മവിമർശനപരമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നേരത്തെ ഇതുപോലെ ഈ ആദിവാസി ഈ വിഷയങ്ങള് അങ്ങനെ കുറേ വിഷയങ്ങൾ ഡോക്യുമെന്ററികൾ ഇപ്പൊ ദേശീയ അവാർഡുകൾ പലതും ലഭിച്ചിരുന്നത് അങ്ങനെയുള്ളതാണ്. പക്ഷെ എങ്കിലും ഈ ടെലിവിഷൻ ചാനലുകളുടെ ഈ മത്സര രംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നത്. ആ ഒരു സ്കെയിൽ വെച്ച് നമുക്ക് വ്യാഴാഴ്ച അല്ലെ ബുധനാഴ്ച മാർക്ക് വരും. അപ്പൊ എത്രാം സ്ഥാനത്ത് നിൽക്കും, എത്ര പ്രേക്ഷകർ ഉണ്ടാകും എന്നുള്ള അനുസരിച്ചാണ് ഇപ്പൊ ഈവൻ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ചാനൽ തുടങ്ങുന്നവർ തന്നെ ഒരാഴ്ച അവർ ഒരു പുതിയ പ്രോഗ്രാം ഓടിക്കും. അത് ക്ലിക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റി അടുത്തതിലേക്ക് വിടുകയാണ്. ഇപ്പോ ഈ ചാനലുകൾ മൊത്തം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് വെച്ചാൽ ദേശീയ തലത്തിലുള്ള വാർത്തകൾ വന്നു കഴിയുമ്പോൾ അതിന് കുറവാണ്. അത് കാരണം ഇപ്പോ ഈ പ്രധാനപ്പെട്ട പല ഇപ്പൊ റിപ്പോർട്ടർ ചാനല്, മലയാളം ന്യൂസ് തുടങ്ങിയവ അവർ വന്നിട്ട് അവര് ഒന്നോ രണ്ടോ റിപ്പോർട്ടറെ ഡൽഹിക്ക് അയക്കുന്നതല്ലാതെ ഡൽഹിയിൽ ബ്യൂറോ പോലും ഇടാൻ തയ്യാറായിട്ടില്ല. കാര്യം അത് വെറുതെ സാമ്പത്തിക നഷ്ടമാണ് എന്നുള്ള ഒരു കണക്കൂട്ടലാണ് ഉള്ളത്. അപ്പൊ ഇത് ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ എത്ര പേര് ഇതിനകത്തൊരു ഗൗരവത്തോടെ കാണാൻ വരുന്നു എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായി ഈ പരസ്യം ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരിതം മനുഷ്യന് ഒഴിഞ്ഞു പോകുന്നതൊക്കെ സ്പോൺസർ ചെയ്യാനായിട്ട് എത്ര കമ്പനികൾ വരും എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതിന് ഒരു വിപണിയുടെ ഒരു അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡോക്യുമെന്ററികൾ പലപ്പോഴും പുറകി പോവുകയും ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഡോക്യുമെന്ററി ജൂറി ടെലിവിഷൻ ജൂറി എന്നോട് സംസാരിച്ചായിരുന്നു. ഒരു കൊള്ളാവുന്നത് അല്ലെങ്കിൽ നമുക്കൊരു കണ്ടിരിക്കാവുന്നത് ആ തരത്തിലുള്ള ഒരു ഈ തരത്തിലുള്ള പരിഗണിക്കാവുന്ന പോലുള്ള ഡോക്യുമെന്ററി അല്ല പലപ്പോഴും ചാനലുകളിലൂടെ ഇപ്പൊ വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അത് ഈ തരത്തിലുള്ള ഒരു വിപണിയുടെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു സ്കെയിൽ വെച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ളതെല്ലാം പുറകെ പോകുന്നതും ഇതുപോലുള്ള ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. ഇപ്പൊ പലപ്പോഴും ഈ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ എത്രത്തോളം ബാധിക്കുന്ന റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ആന ഓടിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടുവ ഇറങ്ങിയതോ അതിന്റെ ഒരു മൊബൈൽ വിഷ്വൽ മതി, അതിട്ടായിരിക്കും പിന്നീട് മൊത്തം ചർച്ച പോകുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഒരു മനുഷ്യ ജീവൻ തന്നെ, ഒരു ക്യാമറാന്റെ ജീവൻ പോലും പോയത്. കാര്യം ആനയുടെ അത്രയും അടുത്തുപോയി ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറ്റ ഉത്തരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. നമ്മൾ ഈ പരമ്പരയുടെ മുൻ എപ്പിസോഡിലെല്ലാം ഇത് വളരെ കാര്യമായി ചർച്ച ചെയ്തിരുന്നു. അതായത് ഒരു കാലത്ത് ദൂരദർശൻ വളരെ ദേശീയ തലത്തിലും ഈ റീജിയണൽ ബേസായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ നിന്നും ഡോക്യുമെന്ററികൾ നിരന്തരമായി കൊടുത്തിരുന്നു. ആ കാലമൊക്കെ പോയി അല്ലേ? അത് മാത്രമല്ല ഇപ്പൊ ഈവൻ ഒരു നമ്മള് കുറച്ചൊരു സ്തോഭജനകമായിട്ടുള്ള ആ തരത്തിലുള്ള വാർത്തകളല്ലേ കൂടുതൽ ആൾക്കാർ കാണാം. ഇപ്പൊ നമ്മൾ അഴിമുഖം തുടങ്ങിയപ്പോ തന്നെ അത് വളരെ ആഴത്തിലുള്ള വായന എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. പക്ഷെ അതിനൊക്കെ പല സ്കോളർഷിപ്പ്, ഗാർഡിയൻ അടക്കമുള്ള പത്രങ്ങൾ പോലും പല സംഭാവനകളുടെയും സ്കോളർഷിപ്പിന്റെ ഒക്കെ ബേസിലാണ് നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊതുസമൂഹം കൂടി ഇങ്ങനെയുള്ള ഈ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഗൗരവമായിട്ട് നിൽക്കുന്ന ഈ ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ വായന ഇതിനൊക്കെ ഒരു സഹായിക്കാൻ വേണ്ടി വിപണിക്ക് ഉപരിയായിട്ടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നിലനിന്ന് പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് ശ്രീ VA ആഷിഖ് എത്തിയിട്ടുണ്ട്. ശ്രീ ആഷിഖ് സംസാരിക്കട്ടെ. കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, നമസ്കാരം. അത് ഒരു കാര്യം ജയൻ സാർ എന്നോട് പറഞ്ഞത്, തെയ്യം അതിൻ്റെയൊക്കെ ചെറുത്ത് നിൽപ്പ് പ്രതിരോധം കാരണം ക്രിസ്ത്യൻ മിഷനറിമാർക്ക് പ്രവർത്തിക്കാനാവാതെ അവർ തെക്കോട്ട് പോകേണ്ടി വന്നതും കോട്ടയത്ത് ഇങ്ങനെ കൂടുതൽ അവരെ ജനസംഖ്യ വർദ്ധിക്കണം. അത് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം മധ്യ കേരളം ഉണ്ട്, കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് തെക്കെത്തിപ്പോയി. കാസർഗോഡ് നിന്ന് വരുമ്പോൾ അതിനിടയിൽ കുറെ ജില്ലകളുണ്ട്. അത് ജസ്റ്റ് ഞാൻ ചോദിച്ചതുള്ളൂ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്,
വേറെ കാര്യം കൂടി ജോൺ അബ്രഹാം സാറ് അന്നത്തെ അവര് ഈ ജോയ് മാത്യു അവർ ടീമൊക്കെ അന്ന് കാസർഗോഡ് വന്ന് അവര് ഈ മീനമാസത്തിലെ സൂര്യന് വേണ്ടിയിട്ട് തിരക്കഥയുടെ അതിന്റെ ചർച്ചകളും ഒക്കെ എഴുതി കുറെ കാര്യമൊക്കെ മുമ്പ് ഏതോ ഇന്റർവ്യൂലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ മുന്നോട്ട് പോയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പൊ ജയൻ സാർ പറയണ്ട എന്തുകൊണ്ടാണ് തിരക്കഥ മുഴുവനായെന്നറിയില്ല. പക്ഷെ സിനിമയുടെ പ്രവർത്തന പ്രൊജക്ട് ഒക്കെ നടന്നില്ല. പിന്നെ ലെനിൻ തന്നെ സിനിമക്ക് എടുത്തത് അതിനെക്കുറിച്ച് അറിയുമെന്ന് പറയെങ്കിൽ ജോൺ അബ്രഹാമിന് നല്ലൊരു സിനിമ പ്രതീക്ഷിക്കായിരുന്നു. അതൊന്ന് പറയാൻ പറ്റുമോ? കയ്യൂർ എന്നുള്ള സിനിമ പലരും ആലോചിച്ചതാണ്. അവസാനം ലെനിൻ രാജേന്ദ്രനാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോ അതിനു മുമ്പ് ഋത്തികട്ടകല്ല ജോണിന്റെ ജോണ് കേൾക്കാമോ? അപ്പൊ ജോൺ ഈ സിനിമയായിട്ട് കയ്യൂര് വരുന്ന സമയത്ത് ഈ ജോണിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന അത് ഈ സാംസ്കാരിക വേദി പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കയ്യൂർ പോലെ CPM ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള ഒരു സ്ഥലത്ത് അവരെങ്ങനെ സ്വീകരിക്കപ്പെടും, എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കയ്യൂരിന്റെ അങ്ങേയറ്റം കാസർഗോഡ് ജില്ലയിലെ കാടകത്ത് പോയി ജോൺ N. ശശിധരന്റെ അടുത്ത് പോയത്. അവിടെ നിന്നാണ് ഒരുപാട് പരിശീലനം, കാരണം ഇത് പൂരക്കളിയൊക്കെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വളരെ പ്രശസ്തരായ പൂരക്കളിക്കാരുടെ നേതൃത്വത്തിലാണ് അതിന്റെ ക്യാമ്പുകളൊക്കെ അവിടെ നടക്കുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ തിരക്കഥയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ജോണിന്റെ ഒരു ജീവിത ശൈലി ഉണ്ടല്ലോ, അത് വളരെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു തരം അരാജക ജീവിതം നയിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അത് എന്നിട്ട് ഇതൊക്കെ വളരെ മനോഹരമായി ഏർപ്പാടുകളൊക്കെ നടന്ന് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജൊക്കെ ഗംഭീരമായി നടന്നു. പിന്നീടാണ് ഇവര് കയ്യൂരിലേക്ക് പോകുന്നത്. അപ്പൊ കയ്യൂരിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ പെട്ടെന്ന് തന്നെ എവിടുത്തെ ചെന്നൈയിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് കാശിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അദ്ദേഹം അവിടെ നിന്ന് നേരാവണ്ണം തിരിച്ചു വരുന്നില്ല. തിരിച്ചു വരാതിരിക്കുമ്പോൾ ഈ പ്രൊജക്ട് അതായത് അന്നത്തെ ഈ പണത്തിനൊക്കെ വല്ലാതെ വീർപ്പുമുട്ടൽ അനുഭവിക്കുന്ന സമയത്ത് കുറേ ദിവസം കയ്യൂരിൽ തന്നെ ജോൺ അവിടെ താമസിച്ചിട്ട് അവസാനം അതിന്റെ ആ തിരക്കഥ ഒരു ചായക്കടയിൽ ഏൽപ്പിച്ചിട്ട്, അവിടെ കുറച്ച് കാശൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, ആ ചായക്കടയിൽ ഏൽപ്പിച്ചിട്ട് ജോൺ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകാനുണ്ടായത്. വിഷണ്ണനായിട്ടാണ് പോയത്. അതുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാത്ത വന്നത്. സാമ്പത്തിക പ്രശ്നം തന്നെ ആയിരുന്നു. പിന്നെ ഈ വലിയ ആൾക്കൂട്ടം, പിന്നെ ഇത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അരാജക സ്വഭാവത്തിനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഡ്യൂസർ ജോണിനെ പറ്റിച്ചതാണ്, ജോണിന്റെ സംഘത്തെയും. അത് കാസർഗോട്ടുകാരനായിരുന്നു. അത് മൃണാൾസൻ ചിരസ്മരണയെ ആസ്പദമാക്കിയും സിനിമ നിർമ്മിക്കാൻ നോക്കിയിരുന്നല്ലോ, CPM-ന്റെ ഒരു ജനശക്തി ഫിലിംസ്. അതെ, ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. മൃണാൾസൻ ഇവിടെ വന്നിരുന്നു, പാലക്കാട് വന്നു വാർത്ത വായിച്ച ഓർമ്മയുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ഇതായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞ് വളരെ അങ്ങനെ പറയാൻ പാടില്ല, അത് അത്രയൊന്നും ആ ലെവലിലല്ലാതെ മറ്റൊരു രീതിയിലാണ് ലെനിൻ രാജേന്ദ്രൻ അത് കയ്യൂർ എന്നുള്ള സിനിമ ഉണ്ടാക്കിയത്. എന്തായാലും നമ്മൾ N. ശശിധരന്റെ ജീവിത ഡോക്യുമെന്ററി കാണണം എന്നുണ്ട്. ഏതെങ്കിലും അവസരം കിട്ടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ താങ്കളുടെ ഷോർട്ട് ഫിലിം ആണെന്ന് താങ്കൾ പറഞ്ഞു, ഡോക്യുമെന്ററി ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ആയിഷ കുഞ്ഞമ്മ കണ്ണൂർ യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗത്തിന് പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ബ്രണ്ടൻ കോളേജിലെ എൻ്റെ കുറെ സുഹൃത്തുക്കൾ അധ്യാപകര് അതിനെ കുറിച്ചിട്ടുള്ള ഒരു, അതായത് അതില് K. ഗഫൂറിന്റെ ഒരു കഥയാണിത്. ഇതേ കഥവരയുടെ നായകനായിട്ടുള്ള K. ഗഫൂറിന്റെ ഒരു കഥയാണ് പാഠപുസ്തകമായത്. ആ പുസ്തകത്തെ കുറിച്ചിട്ട്, ആ കഥാപാത്രത്തെ കുറിച്ചിട്ട്, അത് ഇദ്ദേഹത്തിന്റെ ഒരു പെങ്ങളായിരുന്നു ഈ ആയിഷ കുഞ്ഞുമ്മ എന്ന് പറയുന്നത്. അവരെ കുറിച്ചിട്ടുള്ള ഈ കഥാകൃത്തിന്റെ ചില നരേഷനാണ് അതിൽ ഉള്ളത്. പിന്നെ അത് ആയിഷ കുഞ്ഞുമ്മയുടെ ജീവിത പരിസരങ്ങൾ ഒക്കെയാണ് ആ ഡോക്യുമെന്ററി ഉള്ളത്. അത് ഞാനിപ്പോ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചുതരാം. ശരി, അത് എന്തായാലും ഇത് കാണാം. നമ്മൾ അതിന്റെ റെക്കോർഡിങ്ങിൽ കൂടെ കൊടുക്കുകയും ചെയ്യാം അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് രണ്ടുപേരും വളരെ പ്രമുഖരായിട്ടുള്ള രണ്ട് ഡോക്യുമെന്ററി സംവിധായകരുടെ ഉണ്ട്. നമ്മൾ എല്ലാ ആഴ്ചയിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഡോക്യുമെന്ററി ആയിട്ട് വരേണ്ട ഒരുപാട് വിഷയങ്ങളും വ്യക്തികളും നമ്മളുടെ സമൂഹത്തില് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ ചിത്രീകരിക്കാൻ മറന്നു പോകുമ്പോൾ
അവരെ പിന്നീട് ചിത്രീകരിക്കേണ്ടി വരുമ്പോൾ ഡോക്യുഫിക്ഷൻ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ഡോക്യുമെന്ററി ആയിട്ട് തന്നെ പോവേണ്ടതാണ്. എങ്കിലും സാമ്പത്തികമായിട്ടുള്ള പരിമിതികൾ പലപ്പോഴും ഇത്തരം ചിത്രീകരണങ്ങൾക്ക് തടസ്സമാവുന്നുണ്ട്. അത് ഇവിടെ മുൻപ് സംസാരിച്ച പലരും പറഞ്ഞു. സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ കൂടി ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് പണം കിട്ടുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത 2 എണ്ണത്തിനും സ്വന്തം പൈസ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാമ്പത്തികം കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാവണ്ടേ? ഡോക്യുമെന്ററികളുള്ള ഇനിയത്തെ ഒരു കാലത്ത് സൂക്ഷിച്ചു വെക്കാനും അതുപോലെ കൃത്യമായിട്ട് അതിന്റെ റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി കിട്ടാനും ഒക്കെ അത് ആവശ്യമല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇത്തരം സംഘടനകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രപ്പോസലുകൾ ഉണ്ടോ? ആ സംഘടനയിൽ നിങ്ങൾ രണ്ടുപേരും അംഗങ്ങളാണോ? ഹലോ, ഇത് രണ്ടുപേരുടെയും മൈക്ക് ഓഫ് ആണ്. ഞാന് ഒരു സംഘടനാ സംവിധാനത്തിന്റെയും ഭാഗമല്ല. ഡോക്ടർ ധനസുമത് പറയട്ടെ. അല്ല, ഞാനും അതേ അവസ്ഥ തന്നെയാണ്. സംഘടന ഇപ്പൊ അങ്ങനെ സംഘടന ഉണ്ടെന്ന് തന്നെ ഇപ്പോ മാം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡോക്യുമെന്ററി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് വിവരം തരുന്ന ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല. പൈസ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലുള്ള ഡോക്യുമെന്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തുണ്ട് കാര്യം എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോ ഈ ഡോക്യുമെന്ററി മണ്ഡലത്തിലൊക്കെ പോയി താമസിച്ച് മാസങ്ങൾ എടുത്ത് ചെയ്തിട്ട് ഇതിപ്പോ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പരമാവധി ഒരു 15 വേദികളിലായിരിക്കും. അപ്പോ ഇത്രയും എഫർട്ട് എടുത്തിട്ട് ഇത് കാണിക്കാനുള്ള ഇടങ്ങൾ പോലും ഇല്ലാതായി പോകുന്നു എന്നുള്ളതൊരു അങ്ങനെയൊക്കെ കണ്ട് കുറെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് അതിനെക്കുറിച്ച് വീണ്ടും ഒരു ചർച്ചയാകുന്നു. ഇപ്പോ ബാലഗോപാൽ എന്ന് പറഞ്ഞ ആളുണ്ടായത് കൊണ്ടും അദ്ദേഹം ഇതുപോലെ ബാങ്കോക്കിലും അവിടെയൊക്കെ ചെയ്തുകൊണ്ട് വേറൊരു തരത്തിൽ ഒരു റിസൾട്ട് മണ്ഡലത്തിൽ ഒരു പരിധി വരെയൊക്കെ ഉണ്ടായി. മാത്രമല്ല ബജറ്റിൽ പോലും മണ്ഡലത്തിന് വേണ്ടി തുക മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് ഈ ബാലഗോപാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നത് കൊണ്ടാണ് അതങ്ങനെ നടന്നതും അതേപോലെ തന്നെ രാജ്യസഭയിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കാനും പറ്റിയത്. പക്ഷെ വേറെ എത്ര രാഷ്ട്രീയക്കാര് ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കും, ഇത് എവിടെയൊക്കെ കാണിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതൊരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, കാരണം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ തെയ്യം എന്നത് സ്ഥലത്ത് സംസാരിക്കുന്നു, വർണ്ണശബളതയുള്ള ഒന്നാണ്. അപ്പൊ അതിന്റെ ഒരു തീവ്രതയോടുകൂടി കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പണ്ട് ഈ 2 തൂണുകൾക്കിടയിൽ വലിച്ചു കെട്ടിയ ഒരു തുണിശീല മാതിരിയാണ് ഇപ്പോഴും ഇതിന്റെ പ്രദർശനമൊക്കെ നടക്കുന്നത്. ഇതൊരു തിയേറ്ററിലൊന്നും വളരെ കുറച്ച് ഏതെങ്കിലും ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഹാളിൽ വെച്ചിട്ട്, ഈ ഭയങ്കര മുഴക്കമുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ് പലപ്പോഴും ഈ ഡോക്യുമെന്ററി പ്രദർശനങ്ങൾ നടക്കുന്നത്. തിയേറ്ററിലൊന്നും ഇത് കാണിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വരെ നമുക്ക് വന്നിട്ടില്ല. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതിന്റെ സാമ്പത്തികത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ ധനസുമോദിന് കാശ് ആവശ്യമുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കും. കാരണം പേരിൽ തന്നെ ധനം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതാണ് പ്രശ്നം. അതൊരു നമ്മുടെ ഒരു ദൗത്യം എന്നുള്ള രീതിയിലാണ് മിക്കവാറും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത്, താങ്കൾ ഉൾപ്പെടെ, ഇദ്ദേഹം ഉൾപ്പെടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ അല്ലെങ്കിൽ നഷ്ടമുണ്ടാകാതെ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ മിക്കവാറും ആൾക്കാർക്ക് സംശയമുണ്ട്. ഇതാണ് അതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം അല്ലേ? അല്ല, ഇത് ഒരു ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുക്കളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അത്തരം ഒരു ബോധ്യം ഇത് സർക്കാർ തലത്തിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ചിത്രീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കിട്ടാനായിട്ട് എളുപ്പമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ അടിസ്ഥാനം. ഈ ഡോക്യുമെന്ററികളുടെ ഭാവിയെ കുറിച്ചും കൂടി ഈ ഒരു വേദിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിന് ഉപയോഗപ്പെടുത്താവുന്നത്, എങ്ങനെയാണ് ഇതിനെ പ്രിസർവ് ചെയ്യാവുന്നത്, അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടോ?
സർക്കാർ ഒരു തലത്തിലും ഡോക്യുമെന്ററിയെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് കാരണമാണ് മുമ്പൊക്കെ തിയേറ്ററിൽ ഒരു സിനിമ പ്രദർശിക്കുന്നതിന് മുമ്പ് 5-10 മിനിറ്റ് ഡോക്യുമെന്ററികൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നു. അത് ഇല്ലാണ്ടാക്കി. ഇപ്പൊ തിരുവനന്തപുരം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് ഇപ്പൊ ഗോവയിലെ പോലെ തന്നെ ഡോക്യുമെന്ററിയും സിനിമയും ഒന്നിച്ചായിരുന്നു കാണുന്നത്. ചെറിയ സിനിമകളും വലിയ സിനിമകളും ഒക്കെ. അത് ഒഴിവാക്കിയിട്ട് ഡോക്യുമെന്ററി വളരെ പ്രത്യേകിച്ച് മഴക്കാലത്ത് കാണിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്, ജൂലൈ അവസാന വാരത്തിൽ. ഇപ്പോൾ ഡോക്യുമെന്ററി അതിപ്പോ ഈ രാഷ്ട്രീയം പറയുന്നതുകൊണ്ടായിരിക്കും ഇതിനെപ്പോഴും ഒരു തൊഴുത്തിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് ഈ അധികാരികളിൽ നിന്ന് ഒരു പ്രതീക്ഷയും ഡോക്യുമെന്ററി എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ട. ഈ അവസ്ഥക്ക് ഇനി മാറ്റം ഉണ്ടാകത്തില്ല, അങ്ങനെയുണ്ടല്ലോ. പിന്നെ അതിനകത്ത് ഇപ്പൊ നേരത്തെ ഈ അരുൺ ജെയ്റ്റ്ലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2 തരം സുപ്രീം കോടതി ലോയർമാരുണ്ട്, ഒന്ന് നിയമം അറിയാവുന്നവരും ഒന്ന് ജഡ്ജിമാർ അറിയാവുന്നവരും. അപ്പൊ ഈ ജഡ്ജിമാർ അറിയാവുന്നവരായിരിക്കും കൂടുതൽ, അതുപോലുള്ള ആൾക്കാരായിരിക്കും ഇതുപോലുള്ള പണം കൃത്യമായിട്ടൊരു പ്രൊജക്ട് കൊടുക്കുക, സമർപ്പിക്കുക, കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഈ പലപ്പോഴും എനിക്കറിയാവുന്ന കുറെ ഡോക്യുമെന്ററി ഭയങ്കരമായിട്ട് ഈ വിഷയത്തോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരെന്നും ഈ ഒരു പട്ടിണിയിലും ബുദ്ധിമുട്ടിലും ഒക്കെ തന്നെയായിരിക്കും കിടക്കുന്നത്. ഇപ്പോ എന്റെ കാര്യം എടുത്താൽ തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് ഏതെങ്കിലും കൊടുത്ത് ലീവ് എടുത്തെങ്കിലും ഒന്ന് മാറിയെന്ന് നമുക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ OV വിജയൻ ഈ പത്രപ്രവർത്തനത്തെ കുറിച്ച് പറയാറുണ്ട്, പത്രപ്രവർത്തനത്തിന് ചന്തത്തിരക്കെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഈ പറഞ്ഞ പോലെ തന്നെ ഈ വൈപ്പൻ, ഇപ്പൊ മാം പറഞ്ഞ വൈപ്പൻ എന്റെ മനസ്സിലുള്ളത് തന്നെയാണ്, കുട്ടനാട് മനസ്സിലുള്ളത് തന്നെയാണ്, 1-2 ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ തന്നെ അവരോടുകൂടി സംസാരിച്ച് വെച്ചിട്ടുണ്ട് നമ്മള്. പക്ഷെ അത് ആ തരത്തിലൊന്ന് പോകാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായം ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൂടി ഒന്ന് ഓക്കെ ആകണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ശരിക്കും. ഓക്കെ, എന്തായാലും വളരെ സജീവമായ ചർച്ച നമ്മളിപ്പോൾ ആരംഭിച്ചിട്ട് എത്ര ഇപ്പൊ 8:55 അതെ, 2 മണിക്കൂറിന് ഇനി 10 മിനിറ്റ് മാത്രമേ കുറവുള്ളൂ തിരിച്ച്. അപ്പൊ ഇനി ആരും ചർച്ചയിൽ പങ്കെടുക്കാനില്ല എന്ന് കരുതുന്നു. നമുക്ക് അങ്ങനെയെങ്കിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം, അല്ലേ ഹേമ? അതെ അതെ, താഴെ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ മതി, നമ്മൾ ഇൻവിറ്റേഷൻ അയക്കാം. ശ്രീ PJ വർഗീസ് ഇവിടെ ഉണ്ട്, ശ്രീജ മൊയ്തീൻ, കുഞ്ഞ് ബൈന്ദ, ഇത്രയും പേരുണ്ട്. ശ്രീജ എന്റെ പാർട്ണറാണ് കേട്ടോ. മനസ്സിലായി, സംശയം തോന്നി. ഏതായാലും ഈ വർഷത്തെ നമ്മൾ 4ാം വർഷത്തിലേക്ക് കടന്ന ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ ആദ്യ പരിപാടിയാണ്. 4ാം വർഷത്തിലെ ആദ്യ പരിപാടി വളരെ സമ്പന്നമാണ്. നമ്മൾ തെയ്യം മുതൽ വളരെ കേരളത്തെ ബാധിക്കുന്ന വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായ മൺട്രോത്തുരുത്തിന്റെ പ്രശ്നങ്ങൾ വരെ ചർച്ച ചെയ്തു. ഡോക്യുമെന്ററികളിലെ 2 പേരും, ശ്രീ ഡോക്ടർ D ധനു സുമോദും ജയൻ മാങ്ങാടും അവരുടെ സമ്പന്നമായ അനുഭവങ്ങളും വീക്ഷണങ്ങളും ഒക്കെ പങ്കുവച്ചു. ഇതിൽ ശ്രീ ബിനു കരുണാകരൻ, സുരേഷ് നെല്ലിക്കോട്, ആഷിഖ് VA തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. ധാരാളം പേർ കേൾക്കാൻ എത്തിയിരുന്നു. നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ പേരിൽ ഞാൻ നന്ദി, സന്തോഷം ഒക്കെ രേഖപ്പെടുത്തുന്നു. ഈ 22ാം അധ്യായത്തോടു കൂടി അടുത്ത ശനിയാഴ്ച ഈ പരമ്പര സമാപിക്കുകയാണ്. ശ്രീ ജോഷി ജോസഫാണ് സമാപന എപ്പിസോഡിൽ പങ്കെടുക്കാം എന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടി എല്ലാവരും പങ്കെടുക്കണം, വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കൽക്കട്ട. ഓക്കെ. അപ്പം അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളിപ്പോൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ശുഭരാത്രി. താങ്ക് യു സുരേഷ്.